Hello dear aspirants, welcome to Battle of IAS. നമ്മൾ ഇന്ന് മോഡേൺ ഇന്ത്യ സ്പെക്ട്രത്തിൽ റിവോൾട്ട് ഓഫ് 1857 ആണ് നോക്കുന്നത്. ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു റിവോൾട്ട് ആണ്. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ 1857 റിവോൾട്ടിന് മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻസ് പല സ്ഥലങ്ങളിലായിട്ട് നയിച്ച പെസന്റ് മൂവ്മെന്റ്സും ട്രൈബൽ റിവോൾട്ട്സും അങ്ങനെയുള്ള മൂവ്മെന്റ്സ് ഒക്കെ ആയിരുന്നു. ഇന്ന് നമ്മൾ 1857 റിവോൾട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റയും അതിന് നടന്ന സംഭവങ്ങളും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും ഒക്കെയാണ് കാണുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. ശരിക്കും ഒരു ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷമാണ് ബ്രിട്ടീഷുകാർ നോർത്തേൺ ഇന്ത്യയിൽ അവരുടെ ഒരു പവർ സ്ട്രോങ് ആയിട്ട് സ്ഥാപിക്കാൻ തുടങ്ങിയത്, ആ ഒരു റൂള് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം. അന്ന് തൊട്ട് ഉണ്ടായിരുന്ന ഈ കൊളോണിയൽ റൂളിന്റെ പോളിസീസ് കാരണവും അവരുടെ ഓരോ പ്രവർത്തനങ്ങളുടെ ക്യാരക്ടർ കാരണവും ഇന്ത്യൻസ് മുന്നോട്ട് വെച്ച പ്രതിഷേധ നിലയിൽ മുന്നോട്ട് വെച്ച മേജർ റിവോൾട്ടായിരുന്നു ഈ 1857 റിവോൾട്ട്. ഈ ഒരു റിവോൾട്ടിന് ശേഷം ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് പോളിസി ഓഫ് റൂളിങ്ങിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ എക്സ്പാൻഷനിസ്റ്റ് പോളിസികൾ കൊണ്ടും എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് ഇന്നോവേഷൻ ഒക്കെ കൊണ്ടും ഇവിടുത്തെ എല്ലാ തട്ടിലുള്ള ആളുകൾക്കും വളരെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇവിടുത്തെ ഇന്ത്യൻ റൂളേഴ്സ് ആണെങ്കിലും സിപ്പോയ്സ് ആണെങ്കിലും സമീന്ദാസ്, പെസൻസ്, ട്രേഡേഴ്സ്, ആർട്ടിസൻസ്, പണ്ഡിറ്റ്സ്, മൗലവീസ് തുടങ്ങി എല്ലാ തട്ടിലുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളോടൊക്കെയുള്ള ഇവിടുത്തെ ഇന്ത്യൻസിന്റെ ഓരോ തട്ടിലുള്ള ആളുകളുടെയും ശക്തമായ പ്രതിഷേധമായിരുന്നു 1857 കണ്ട വയലന്റ് സ്റ്റോമായ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടും അത്ഭുതം തോന്നാനില്ല. കാരണം 1757 1857 ഇടയ്ക്കുള്ള ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ പീസ്ലെസ് ആയ ട്രബിൾഫുൾ ആയ ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് പോപ്പുലർ ഔട്ട്ബേസ്റ്റുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിലീജിയോ പൊളിറ്റിക്കൽ വയലൻസുകൾ ഉണ്ടായിരുന്നു, ട്രൈബൽ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു, പെസന്റ് അപ്രൈസിംഗ്സ് ഉണ്ടായിരുന്നു, അഗ്രേറിയൻ റൈറ്റ്സ് ഉണ്ടായിരുന്നു, സിവിൽ റെബിലിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പല സമയങ്ങളിലും ഓരോ സിറ്റുവേഷനിലും ഇവിടുത്തെ ആളുകൾ ഈ ബ്രിട്ടീഷ് റൂളിന്റെ പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ച റവന്യൂ ഡിമാൻഡ്സ് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ ഉണ്ടായിരുന്ന ക്ഷാമകാലത്ത് പോലും വളരെ എൻഹാൻസ്ഡ് ആയിട്ടുണ്ടായിരുന്ന ഡിമാൻഡ്സ് ആയിരുന്നു അവർ മുന്നോട്ട് വെച്ചിരുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ആളുകളിൽ ദേഷ്യമുണ്ടാക്കിയ കാര്യങ്ങളാണ്. ഈ ഒരു റിവോൾട്ടിന്റെ ബാക്ക് ഹിസ്റ്ററി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. പല സമയത്തും ഇവിടുത്തെ ആളുകൾ അന്നത്തെ ലോക്കൽ മണി ലെൻഡേഴ്സിനോട് റിബല്യൻ ചെയ്തിരുന്നത് പിന്നീട് കമ്പനി റൂളിന് എതിരായ ശക്തമായ പോരാട്ടങ്ങളായി മാറിയിട്ടുണ്ട്. കാരണം ഈ മണി ലെൻഡേഴ്സിനൊക്കെ ബ്രിട്ടീഷ് പോലീസിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റീസൺ. അതേപോലെ തന്നെ ഇവിടുത്തെ നേറ്റീവായ ആളുകളുടെ റിലീജിയസ് ആയ ട്രഡീഷണൽ ആയ കസ്റ്റംസ് എല്ലാം ബ്രിട്ടീഷുകാർ കൂടുതൽ കൈകടത്തിയതോടെ അവരുടെ സെന്റിമെന്റ്സ്, ഇന്ത്യൻസിന്റെ ഒക്കെ പല സെന്റിമെന്റ്സ് ഹേർട്ട് ആവുകയും അവരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി മുന്നോട്ട് വരികയും ചെയ്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇവിടുത്തെ റൂളിന്റെ തുടക്കകാലം തൊട്ട് നോക്കുകയാണെങ്കിൽ റിബല്യൻസ് എല്ലാം പലതവണ നടന്നിട്ടുണ്ട്. ഇതിനു മുൻപ് മാത്രമായിരുന്നില്ല, പിന്നീട് ഈ 1857 റിവോൾട്ടിന് ശേഷവും ഇത്തരത്തിലുള്ള റിവോൾട്ടുകൾ നടന്നതായിട്ട് നമുക്ക് എവിഡൻസുകളുണ്ട്. പ്രധാനമായിട്ടും സൗത്ത് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ, നോർത്ത് ഈസ്റ്റേൺ റീജിയൻസ് ഇവിടെയൊക്കെയായിരുന്നു ഒരുപാട് റിവോൾട്ടുകൾ നടന്നിരുന്നത്. നമുക്ക് ഫസ്റ്റ് 1857 റിവോൾട്ടിന്റെ മേജർ കോസസ് എന്തൊക്കെയാന്ന് നോക്കാം. ഈ ഒരു റിവോൾട്ടിന്റെ കോസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കാര്യത്തിൽ മാത്രം നിൽക്കുന്നതല്ല, ഒരുപാട് ആസ്പെക്റ്റുകളിൽ പലതരത്തിലുള്ള റീസൺസ് ഉണ്ടായിരുന്നു. സോഷ്യോ കൾച്ചറലായ റീസൺസ് ഉണ്ടായിരുന്നു, എക്കണോമിക് റീസൺസ് ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ടായിരുന്നു. ഇത് കാലാകാലങ്ങളായിട്ട് നടന്നു വന്ന കുറെ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ റിവോൾട്ടിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. ഈ കോസസിൽ ഫസ്റ്റ് നമുക്ക് എക്കണോമിക് കോസസ് ഒക്കെ നോക്കാം. ഇവിടുത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊളോണിയൽ ആയിട്ടുള്ള പോളിസീസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള എക്കണോമിക് ഫാബ്രിക്കിനെ പൂർണ്ണമായിട്ടും തകർത്ത് കളയുന്ന രീതിയിലായിരുന്നു. നമുക്കൊക്കെ അറിയാം ഇവിടുത്തെ ഇൻഡസ്ട്രീസും ഹാൻഡിക്രാഫ്റ്റ്സും അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ തകർത്ത് കളഞ്ഞിട്ടാണ് അവരുടെ ഒരു സാമ്രാജ്യം ഇവിടെ സ്ഥാപിച്ചത്. ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന വളരെ ഹൈലി അൺപോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന ഒരു റവന്യൂ സെറ്റിൽമെന്റ്, അതുകൊണ്ടുണ്ടായ നഷ്ടങ്ങൾ ഒരിക്കലും ഇവിടുത്തെ പെസൻട്രിക്ക് നികത്താൻ പറ്റുമായിരുന്നില്ല. വീണ്ടും അതിൽ നിന്ന് കര കയറി നല്ലൊരു അവസ്ഥയിലേക്ക് വരാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല അന്നത്തെ പെസന്റ് ക്ലാസ് ഉണ്ടായിരുന്നത്. അത്രയേറെ ഇവിടുത്തെ ആളുകളെ ചൂഷണം ചെയ്തിട്ടുണ്ട്. വളരെ ഉയർന്ന റേറ്റുകളായിരുന്നു അന്ന് അവർ ടാക്സ് ആയിട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പെസൻസിന് ഈ പണമെല്ലാം അടയ്ക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അങ്ങനെ അവർ ഈ പണം അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന മണി ലെൻഡേഴ്സിന്റെയോ ട്രേഡേഴ്സിന്റെയോ ഒക്കെ കയ്യിൽ നിന്നും വലിയ തുക പലിശയ്ക്ക് ഈ പണമൊക്കെ വാങ്ങുകയായിരുന്നു. പിന്നീട് അവർക്ക് ഈ പണവും അടയ്ക്കാൻ പറ്റാതിരുന്നതോടെ ഇവരുടെ സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ എവിക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്, പുറത്താക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ പറഞ്ഞ മണി ലെൻഡേഴ്സും ട്രേഡേഴ്സും ഒക്കെയാണ് പിന്നീട് ഇവിടെ പുതിയ ലാൻഡ് ലോഡ്സ് ആയിട്ട് മാറുന്നത്.
ഇത്തരത്തിലുള്ള ആളുകൾ ഉയർന്നു വന്നതോടുകൂടി ഇവിടെ നിലനിന്നിരുന്ന ആ പഴയ ജമീന്ദാരി സിസ്റ്റം ഒക്കെ ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോവുകയായിരുന്നു. ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ആർട്ടിസൻസിനും ഹാൻഡിക്രാഫ്റ്റ് പീപ്പിളിനും ഒക്കെ വളരെ കഷ്ടകാലം നിറഞ്ഞൊരു സമയമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലും കണ്ടതാണ്, ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ്സും ബ്രിട്ടീഷുകാർ ഘട്ടം ഘട്ടമായിട്ട് അനക്സ് ചെയ്തെടുക്കുകയായിരുന്നു. ഇങ്ങനെ അനക്സ് ചെയ്തതോട് സംഭവിച്ചത് ഇവിടുത്തെ നോബിൾസിന്റെയും നേറ്റീവ് റൂളേഴ്സിന്റെയും ഒക്കെ സ്ഥാനം പോയി. അതോടെ ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന ആർട്ടിസൻസിനും ഹാൻഡിക്രാഫ്റ്റ് പീപ്പിളിനും ഒക്കെ മുന്നോട്ട് പോകാൻ അവർക്ക് ലൈവ്ലിഹുഡിന് ഒരു മാർഗമില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു വന്നത്. ഇവയ്ക്ക് പുറമെ ബ്രിട്ടീഷുകാർ മറ്റൊരു പോളിസി കൂടി മുന്നോട്ട് വെച്ചു. ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സിന്റെ ഉപയോഗം ഇനി കുറച്ചിട്ട് ബ്രിട്ടീഷ് ഗുഡ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. ഇതോടുകൂടി ഇവിടുത്തെ ഹൈലി സ്കിൽഡ് ആയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ ക്രാഫ്റ്റ്സ്മാൻമാരൊക്കെ ഇതിന് ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് നോക്കേണ്ടി വന്നു. പക്ഷെ അതോടുകൂടി ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് മേഖല മാത്രമല്ല, ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് നശിച്ചുപോയത്. ഹാൻഡിക്രാഫ്റ്റിന്റെ മേഖല നശിച്ചതോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന ആർട്ടിസൻസിന് ജോലി ഇല്ലാതായി എന്ന് പറഞ്ഞു. എന്നാൽ ഇവർക്കൊരു ഓൾട്ടർനേറ്റീവ് ജോലി നേടണമെങ്കിൽ അവർ മോഡേൺ ഇൻഡസ്ട്രീസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യണം. എന്നാൽ അതിനുള്ള ശ്രമങ്ങളൊന്നും ബ്രിട്ടീഷ് നടത്തിയുമില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രീസ് നിന്നും പോയി പുതിയ ഇൻഡസ്ട്രീസ് ഇൻട്രൊഡ്യൂസ്ഡ് ആയുമില്ല. അതോടുകൂടി ഇന്ത്യയുടെ മൊത്തത്തിലുള്ള നില വളരെ മോശമായ അവസ്ഥയിലേക്ക് മാറി. ബ്രിട്ടീഷുകാർ കൂടുതൽ റിച്ച് ആയിക്കൊണ്ടേയിരുന്നു. ഇന്ത്യൻ മെയ്ഡ് ഗുഡ്സിന് മേലെ ബ്രിട്ടീഷുകാർ വളരെ ഹൈ ടാരിഫ് ഡ്യൂട്ടീസ് ആയിരുന്നു ഇമ്പോസ് ചെയ്തിരുന്നത്. അതോടുകൂടി ഇവിടുത്തെ കച്ചവടവും ഇവിടുത്തെ ആ ഒരു മെർസന്റൈൽ ക്ലാസ്സും എല്ലാം വലിയ ബുദ്ധിമുട്ടിലായി. ഇതേ സമയം ബ്രിട്ടീഷുകാർക്ക് ലോ ടാരിഫിലാണ് അവരുടെ ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുമതി കൊടുത്തത്. അങ്ങനെ അവരുടെ ഇന്ത്യയിലേക്കുള്ള എൻട്രിയെ വല്ലാതെ എൻകറേജ് ചെയ്യാനും ബ്രിട്ടീഷുകാർ ശ്രദ്ധിച്ചിരുന്നു. ഏകദേശം 19ാം നൂറ്റാണ്ടിന്റെ ഒരു മിഡിൽ ടൈം ആയപ്പോഴത്തേക്കും ഇന്ത്യയുടെ സിൽക്ക് ടെക്സ്റ്റൈൽസിന്റെയും കോട്ടന്റെയും ഒക്കെ എക്സ്പോർട്ട് ഏറെക്കുറെ നിന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന വൺ വേ ആയിട്ടുള്ള ഫ്രീ ട്രേഡും അതേപോലെ അവരുടെ ബ്രിട്ടനിൽ നിന്നുമുള്ള മെഷീൻ മെയ്ഡ് ഗുഡ്സിൽ ഡ്യൂട്ടീസ് ഒന്നും പ്രൊട്ടക്റ്റീവായ ഡ്യൂട്ടീസ് ഒന്നും ഇമ്പോസ് ചെയ്യാതിരുന്നതും ഇന്ത്യൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ തകർത്ത് കളഞ്ഞ ഒരു കാര്യമാണ്. ട്രേഡേഴ്സിന് പുറമെ ബ്രിട്ടീഷുകാരുടെ ഈ സമയത്തുള്ള അതിക്രമങ്ങളും അവരുടെ തീരുമാനങ്ങളും കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന മറ്റൊരു ക്ലാസ് ആയിരുന്നു ജമീന്ദാസ്. ജമീന്ദാസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ലാൻഡഡ് അരിസ്റ്റോക്രസിയാണ്. ഇവിടുത്തെ ഭൂ ഉടമകളായിരുന്നു. അവർക്ക് ഇവിടുത്തെ ലാൻഡിന് മേലുള്ള റൈറ്റ്സ് എല്ലാവരും ബ്രിട്ടീഷുകാർ ഫോർഫെയ്റ്റ് ചെയ്ത് കളഞ്ഞു, എടുത്തു കളഞ്ഞു. അവര് നിങ്ങൾ എന്ത് അധികാരത്തിലാണ് ഈ ഒരു സ്ഥലങ്ങളെല്ലാം പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ ചോദ്യം ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞ് ഈ സ്ഥലങ്ങളൊക്കെ ഇവര് പിടിച്ചടക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള ആക്ഷൻ കൊണ്ട് ജമീന്ദാസിന് ഓരോ വില്ലേജിലും അവർക്കുണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെടാൻ തുടങ്ങി. ഈ റിവോൾട്ടിന്റെ ഏറ്റവും സ്റ്റോം സെന്റർ നമ്മൾ പറയുന്ന അവാദില് 21,000-ഓളം താലൂക്ക്ദാസിനാണ് അവരുടെ എസ്റ്റേറ്റുകൾ നഷ്ടപ്പെട്ടത്. ആ സ്ഥാനങ്ങൾ പോയതോടെ സ്വാഭാവികമായിട്ടും അവരുടെ സോഴ്സ് ഓഫ് ഇൻകം ആണ് ഇല്ലാതാവുന്നത്. ശരിക്കും അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അനേബിൾ ടു വർക്ക്, അഷെയിം ടു കണ്ടം ടു പീനിയർ എന്നതാണ്. ഇത്രയും നാളെ മുതലാളിമാരായിട്ടിരുന്നവർക്ക് ഇപ്പൊ ജോലി ചെയ്യാൻ പറ്റില്ല, നാണക്കേടാണ്, ബെഗ് ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട് മുന്നോട്ട് പോകാനും പറ്റില്ല എന്നൊരവസ്ഥ. ഇത്തരത്തിലൊരു ദാരിദ്ര്യാവസ്ഥയിൽ നിൽക്കുന്ന താലൂക്ക്ദാസിന്റെ മുമ്പിലേക്ക്, ജമീന്ദാസിന്റെ ഒക്കെ മുൻപിലേക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ശിപ്പായി ലഹള മുന്നോട്ട് കൊണ്ടുവന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ട് പോരാടാനും അവരുടെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളെല്ലാം തിരിച്ചു പിടിക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ് അവരിതിനെ കണ്ടത്. അങ്ങനെ ഇന്ത്യയുടെ ഇൻഡസ്ട്രി നശിച്ചതോടുകൂടി പിന്നീട് അടുത്ത ശ്രദ്ധ എന്ന് പറയുന്നത് ആളുകൾക്ക് അഗ്രികൾച്ചറിലും ലാൻഡിനുമായി. അങ്ങനെ അഗ്രികൾച്ചറിനും ലാൻഡിനും വേണ്ടിയിട്ട് പ്രഷർ വല്ലാതെ കൂടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇത് എല്ലാ ജനങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു സോഴ്സും ആയിരുന്നില്ല. അങ്ങനെ ഇത്തരത്തിലൊരു ലോപ്പ് സൈഡ് ഡെവലപ്മെന്റ് കൊണ്ട് ഇന്ത്യയെ മൊത്തത്തില്, ഈ രാജ്യം മൊത്തം ഒരുമാതിരി പാപ്പരായ അവസ്ഥയിലേക്കാണ് മാറിയത്. ഈ 1857 റിവോൾട്ടിന്റെ എക്കണോമിക് കോസ്റ്റ് എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ബ്രിട്ടീഷുകാർ എത്രയേറെ നമ്മുടെ രാജ്യത്തിലെ എക്കണോമിക്കലി ലൂട്ട് ചെയ്തിട്ടുണ്ട്, എത്രയേറെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് അടുത്തത് ഇതിന്റെ പൊളിറ്റിക്കൽ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഇന്ത്യയിലെ ഈ ഒരു അധികാര ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഗ്രീഡി ആയിട്ടുള്ള പോളിസീസ് ആണ് മുന്നോട്ട് വെച്ചത്. അതേപോലെ അവര് പല കാര്യത്തിലും കൊടുത്തിരുന്ന പ്ലെഡ്ജസ്, വാക്കുകൾ തെറ്റിക്കുകയും പ്രോമിസുകൾ തെറ്റിക്കുകയൊക്കെ ചെയ്തു. ഇതോടുകൂടി ആ കമ്പനിയോടുള്ള ഒരു ആളുകളുടെ മുൻപിലുള്ള ഒരു വില മാറി കമ്പനിയോട് വലിയ വിദ്വേഷമാണ് ആളുകൾക്കുണ്ടായത്. അതേപോലെ തന്നെ അവരുടെ പൊളിറ്റിക്കൽ പ്രസ്റ്റീജും ഇവിടെ നഷ്ടമാവുകയായിരുന്നു. ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ച പല പോളിസികളും ഇവിടുത്തെ റൂളിംഗ് പ്രിൻസസിന്റെ മനസ്സിൽ വലിയ ആശങ്കകൾ ഉണർത്തിയിട്ടുണ്ട്. അത് സബ്സിഡിയറി അലയൻസിന്റെ ഫോമിലും ഡോക്ടർ ഓഫ് ലാബ്സിന്റെ രൂപത്തിലും എഫക്റ്റീവ് കൺട്രോളിന്റെ രൂപത്തിലും ഒക്കെ ഇവർ അലട്ടിക്കൊണ്ടേയിരുന്നു. ഹിന്ദു പ്രിൻസുകൾക്ക് ഇന്ത്യയില് പല സ്ഥലങ്ങളിലുമുള്ള അവരുടെ റൈറ്റ് ഓഫ് അക്സഷൻ, അതായത് പിന്തുടർച്ചാവകാശം നഷ്ടമാകുന്ന ഒരു അവസ്ഥയാണ് ബ്രിട്ടീഷുകാരുടെ സമയത്തുണ്ടായത്. മുഗൾസിന്റെ കാര്യത്തിലാണെങ്കിലും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. 1856 പ്രിൻസ് ഫക്കീറുദ്ദീന്റെ മരണത്തോടുകൂടി അവർക്കും ബ്രിട്ടീഷിന് മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്നു.
അങ്ങനെ ഫക്രുദ്ദീന്റെ മരണത്തോടു കൂടി അടുത്ത സക്സഷനിലൂടെ വരുന്ന പ്രിൻസിനെ പറ്റിയിട്ട് ലോർഡ് കാനിങ്ങും ലോർഡ് ഡെൽഹൌസിയും കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചു. അടുത്ത പ്രിൻസായി വരുന്ന ആൾ, ഇല്ലെങ്കിൽ ആ സക്സഷനിലൂടെ കിട്ടേണ്ട ആൾ ആരാണോ അയാളുടെ റീഗൽ ടൈറ്റിൽസും ഇവർക്ക് ആൻസിസ്ട്രൽ ആയിട്ടുള്ള മുഗൾ പാലസും എല്ലാം വിട്ടുപോകണമെന്ന്, ആ ഒരു സ്ഥാനത്തേക്ക് അയാൾക്ക് ഇനി വരാൻ സാധിക്കില്ല എന്നായിരുന്നു ഇവരുടെ തീരുമാനം. അത്തരത്തില് ഇന്ത്യയിലെ പല റൂൾ, ഇപ്പൊ ഹിന്ദു റൂളേഴ്സ് ആണ്, മുഗൾ റൂളേഴ്സ് ആണെങ്കിലും എല്ലാ റൂളേഴ്സും കൊളാപ്സ് ആയി പോവുകയായിരുന്നു. ഇത്തരത്തില് ഇവിടെ ഏർസ്റ്റ്വൈൽ ആയിട്ടുണ്ടായിരുന്ന അരിസ്റ്റോക്രസി ക്ലാസ് ആയ ഈ റൂളേഴ്സിന്റെ കൊളാപ്സോടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ പല സെക്ഷൻസിനെയും അഡ്വേഴ്സ്ലി ഇത് എഫക്ട് ചെയ്തു. കാരണം ഒരുപാട് കൾച്ചറലും റിലീജിയസുമായിട്ടുള്ള പെർസ്യൂട്ട്സ് വെച്ചിട്ട് ഈ പറഞ്ഞ റൂളേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ആളുകളൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. അല്ലെ, അത്തരത്തിലൊരു സിസ്റ്റം ഫോളോ ചെയ്തു വന്ന ആളുകൾക്ക് പെട്ടെന്ന് ഈ റൂളേഴ്സ് ഒക്കെ ഇല്ലാതായത്, അവരുടെ സ്ഥാനമെല്ലാം ഇല്ലാതായി എന്ന് പറയുന്നത് മൊത്തത്തിൽ അവർ സൊസൈറ്റിയെ പിടിച്ചു കുലുക്കി. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പൊളിറ്റിക്കലി ആളുകൾ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് അണിനിരക്കാൻ കാരണമായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കോഴ്സ് നോക്കാനുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സ് ആണ്. ബ്രിട്ടീഷുകാരുടെ, അതായത് കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള കറപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി പോലീസ്, പെറ്റി ഓഫീഷ്യൽസ്, ലോവർ ലോ കോർട്സ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള കറപ്ഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിസ്റ്റോറിയൻസ് പലരും അഭിപ്രായപ്പെടുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പല റാമ്പാന്റ് കറപ്ഷൻസും അന്നത്തെ കമ്പനി റൂളിന്റെ ആ ഒരു ലെജസിയാണ്, ഇന്ത്യയിലുള്ള ലെജസിയാണ് ഇന്നും തുടരുന്നതെന്നാണ്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഇവിടുത്തെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻസിന്റെ കണ്ണിൽ എപ്പോഴും അവരൊരു ഫോറിൻ ഏലിയൻ ഔട്ട്ലുക്ക് ഉണ്ടായിരുന്ന, ഏലിയൻ ആയിട്ടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കൈൻഡ് ഓഫ് ആബ്സെന്റ് സോവറിനിറ്റി ആയിരുന്നു ഇവിടുത്തെ ഇന്ത്യൻസിന് ഫീൽ ചെയ്തിരുന്നത്. നമുക്കറിയാം ബ്രിട്ടീഷുകാരല്ല ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത് ഇവിടുത്തെ ആളുകളെ കീഴടക്കുന്നു. ഇപ്പൊ മുഗൾസ് ഉൾപ്പെടെയുള്ള റൂളേഴ്സ് പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് വന്നവരാണ്. അവരിവിടെ വന്ന പലതും കീഴടക്കി ഇവിടെ സെറ്റിൽ ആയവരാണ്. പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വന്ന മുഗൾസ് ഒക്കെ ചെയ്തത് ഇവിടെ കീഴടക്കിയെങ്കിൽ പോലും അവർ ഇവിടെ നിന്ന് പിടിച്ചെടുത്ത കാര്യങ്ങൾ, ഇപ്പൊ പണമാണെങ്കിലും മറ്റു സ്വത്തുക്കൾ എന്താണെങ്കിൽ പോലും അവരത് ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ തന്നെയാണ് ചെലവാക്കിയത്. പക്ഷെ ബ്രിട്ടീഷുകാർ ചെയ്തത് അവർ ഇവിടെ നിന്ന് കിട്ടുന്നതെല്ലാം അവരുടെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി ഇംഗ്ലണ്ടിന്റെ വെൽഫെയറിന് വേണ്ടി ചെയ്യാനാണ് നോക്കിയത്. അപ്പൊ ശരിക്കും ഇന്ത്യയുടെ വെൽത്ത് മുഴുവൻ ഇംഗ്ലണ്ടിലേക്ക് ഡ്രെയിൻഡ് ആയി പോവുകയായിരുന്നു. ഒരിക്കലും അവിടെ ഇവിടുത്തെ ഇന്ത്യയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു കൈൻഡ് ഓഫ് ആബ്സെന്റ് സോവറിനിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞതാണ് പ്രധാനപ്പെട്ട 1857 റിവോൾട്സിന്റെ കോസസ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ആയിട്ടുള്ളത് പറഞ്ഞു, ഇക്കണോമിക്കൽ പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പറഞ്ഞു. ഇനി ഇവയ്ക്ക് പുറമെ കുറെ സോഷ്യോ റിലീജിയസ് കോസുകളും ഈ ഒരു റിവോൾട്ടിന് കാരണമായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ്സിന് ഇന്ത്യൻ നേറ്റീവ് പോപ്പുലേഷനോട് ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വളരെയേറെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള പെരുമാറ്റമായിരുന്നു. അതേപോലെ അവർ വളരെയേറെ റേഷ്യൽ ഓവർടോൺസ് നോക്കിയിരുന്ന ആളുകളായിരുന്നു. കറുത്തവര്, വെളുത്തവര് എന്ന് പറഞ്ഞ് റേസിസം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അവരുടെ വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് വന്ന ക്രിസ്ത്യൻ മിഷണറീസിന്റെ ആക്ടിവിറ്റീസും ഇവിടുത്തെ ഇന്ത്യൻസിന്റെ ഇടയ്ക്ക് കുറെ സെഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ നിലനിന്നിരുന്ന സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളിൽ റിഫോംസ് വരുത്താൻ അവർ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സതി അബോളിഷ് ചെയ്തു, വിഡോ റീമാരേജിനെ സപ്പോർട്ട് ചെയ്തു, വിമന്റെ എഡ്യൂക്കേഷൻ. ഇതൊക്കെ ശരിക്കും ആളുകളുടെ, ഇവിടെ നിന്നിരുന്ന ആളുകൾക്ക് അവരുടെ സോഷ്യലും റിലീജിയസുമായിട്ടുള്ള കുറെ ഡൊമൈൻസിലേക്ക് ഔട്ട്സൈഡേഴ്സ് ഇന്റർഫിയർ ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. ഈ ഒരു ഭയം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഗവൺമെന്റ് പുതിയ കാര്യങ്ങൾ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. മോസ്കിനും ടെമ്പിൾ ലാൻഡിനും ഒക്കെ ടാക്സ് ഇമ്പോസ് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അതേപോലെ തന്നെ 1856 അവർ റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് കൊണ്ടുവന്നതോടുകൂടി ഹിന്ദു കസ്റ്റംസ് ഒക്കെ മോഡിഫൈ ചെയ്യാനായിട്ട് ലോസ് വന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ മുൻപത്തെ, അതായത് ഈ ഒരു ആക്ട് വരുന്നതിന് മുൻപ് വരെ റിലീജിയനിൽ നിന്നും ചേഞ്ച് ആയി പോകുന്ന ഒരു ഹിന്ദു ആയ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു നിയമം ഉണ്ടായിരുന്നു ഹിന്ദുസിനിടയ്ക്ക്. എന്നാൽ ഈ ഒരു റിലീജിയസ് ഡിസബിലിറ്റീസ് ആക്ട് വന്നതിന് ശേഷം അങ്ങനെ ഒരു ബാർ വെക്കാൻ പാടില്ല, അങ്ങനെ ഒരു സണ്ണിനെ ഡിബാർ ചെയ്യാൻ പറ്റില്ല എന്ന സ്ട്രിക്റ്റ് ആയ ഓർഡേഴ്സ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഇതൊക്കെ ശരിക്കും ഇവിടുത്തെ സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. ഇത്തരത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെല്ലാം ഇവിടുത്തെ ആളുകളുടെ റിലീജിയസും സോഷ്യലുമായിട്ടുള്ള സെന്റിമെന്റ്സുകളെ ഹേർട്ട് ആക്കുകയും അത് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് ആളുകളെ നിരക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഔട്ട്സൈഡ് ഇവന്റ്സിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഈ 1857 റിവോൾട്ടിൽ വന്നെന്ന് നോക്കാം. നമുക്കറിയാം ഈ
1857 റിവോൾട്ടിന് മുൻപുള്ള കുറെ ഇൻസിഡൻസിൽ ബ്രിട്ടീഷുകാർക്ക് ശക്തമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ലോസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് 1838-42 നടന്ന ഫസ്റ്റ് അഫ്ഗാൻ വാർ, അതേപോലെ തന്നെ 1845 മുതൽ 49 വരെ നടന്ന പഞ്ചാബ് വാർ, 1854 മുതൽ 56 വരെ നടന്ന ക്രിമിയൻ വാർ. അപ്പം ഈ വാറുകളൊക്കെ നോക്കിയാൽ ഇവിടെയൊക്കെ ബ്രിട്ടീഷുകാർക്ക് വലിയ സീരിയസ് ആയ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇത് ശരിക്കും ഒരു സൈക്കോളജിക്കൽ റീപെർക്കഷന് കാരണമായിട്ടുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ ഈ പറയുന്ന അത്ര സ്ട്രോങ് അല്ല, വേണമെങ്കിൽ അവര് തോൽപ്പിക്കപ്പെടാം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കി കൊടുത്ത ഇവന്റ്സ് ആയിരുന്നു ഇവയൊക്കെ. ഇനി നമുക്ക് എങ്ങനെയാണ് സെപ്പോയ്സിന്റെ ഇടയ്ക്ക്, ശിപ്പായികളുടെ ഇടയ്ക്ക് ഡിസ്കണ്ടന്റ് ഉണ്ടായെന്ന് നോക്കാം. നമുക്കറിയാം, ഇത് അറിയപ്പെടുന്നത് തന്നെയല്ലേ, ബ്രിട്ടീഷുകാർ ഇതിനെ വിളിച്ചത് ശിപ്പായി ലഹള എന്നാണ്. കാരണം ഇത് തുടങ്ങി വെച്ചതും ഇത് ശക്തമായ ഒരു വാറാക്കി മാറ്റിയതും ശിപ്പായിമാരാണ്. അത് കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ശിപ്പായിമാരാണ്. അപ്പം അവരുടെ ഇടയ്ക്ക് എങ്ങനെയാണ് ഒരു ഡിസ്കണ്ടന്റ് ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. കമ്പനിയുടെ ആർമിയുടെയും കണ്ടോൺമെന്റിന്റെയും ഇടയ്ക്കുണ്ടായിരുന്ന കുറെ സർവീസ് കണ്ടീഷൻസ് ഇവിടുത്തെ ശിപ്പായി, അതായത് ഇന്ത്യക്കാരായിട്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്ന ശിപ്പായിമാരുടെ റിലീജിയസ് ബിലീഫിലും പ്രജുഡീസുകളിലും ഒക്കെ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കി. കമ്പനിയുടെ ശിപ്പായിമാരായിട്ട് നിൽക്കുന്ന ആളുകൾ റിലീജിയസ് ആയിട്ടുള്ള കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സെക്രട്ടേറിയൻ ആയിട്ടുള്ള അങ്ങനത്തെ ഒന്നും വേറെ ചെയ്യാൻ പാടില്ല എന്ന് റെസ്ട്രിക്ട് ചെയ്തു. ഇതേപോലത്തെ പലതരത്തിലുള്ള സർവീസ് കണ്ടീഷൻസ് വന്നതോടുകൂടി ഇന്ത്യൻ ശിപ്പായിമാർക്ക് അവർ വളരെ കൺസർവേറ്റീവ് ആയിട്ട് ആളുകളാണ്, അവർക്കപ്പോൾ അവരുടെ റിലീജിയസ് അഫയേഴ്സിലേക്ക് കമ്പനി വല്ലാതെ ഇടപെടുന്നു എന്നൊരു തോന്നലുണ്ടായി. അതേപോലെ തന്നെ ആ സമയത്ത് ഹിന്ദുക്കളുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു തോട്ട് നോക്കുകയാണെങ്കിൽ കടൽ കടന്നു പോകുന്നത് അവരുടെ കാസ്റ്റ് നഷ്ടപ്പെടുന്നതിന് കാരണമാകുമെന്ന് വിശ്വസിച്ചിരുന്നു. 1856 ലോർഡ് കാനിങ്ങിന്റെ ഗവൺമെന്റ് ഇവിടെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് പാസ്സാക്കി. ആ ഒരു ആക്ട് വെച്ചിട്ട് ബംഗാളിലുണ്ടായിരുന്ന ആർമീസിന് കമ്പനി പറയുന്ന സ്ഥലങ്ങൾ എവിടെയാണോ ആ സ്ഥലങ്ങളിലേക്ക് പോയി യുദ്ധം ചെയ്യണമെന്ന് തീരുമാനമുണ്ടാക്കി. അപ്പം ഇതോടുകൂടി ഇപ്പം കടല് കടന്ന് ഒരു സ്ഥലത്ത് പോയി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു കാസ്റ്റ് നഷ്ടപ്പെടുന്നു എന്നാണ് അവരുടെ ചിന്ത. അപ്പം അതുമല്ലാതെ അവരുടെ ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഫീലിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വലിയ റീസെന്റ്മെന്റിന് കാരണമായിട്ടുണ്ട്. അതേപോലെ ഇന്ത്യൻ ശിപ്പായിമാരായിട്ടിരുന്ന ആളുകൾക്ക് നേരിട്ടിരുന്ന മറ്റൊരു പ്രശ്നമാണ് ഇവരുടെ കൗണ്ടർ പാർട്സ്. അതായത് ശിപ്പായിമാരിൽ തന്നെ ബ്രിട്ടീഷ് ഒറിജിൻ ഉള്ളവരുമുണ്ട്, ഇന്ത്യൻസും ഉണ്ട്. അപ്പൊ ഇവർ തമ്മിൽ ഒരുപാട് വേർതിരിവുകൾ ബ്രിട്ടീഷുകാർ വെച്ചിരുന്നു എന്നുള്ളത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ശിപ്പായിമാര് പഞ്ചാബിലും സിന്ധിലും ഒക്കെ വർക്ക് ചെയ്തപ്പോൾ അവർക്ക് ഭട്ട ബ്രിട്ടീഷുകാർ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. ഭട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ സർവീസിനുള്ള അലവൻസ് ആണ്. അപ്പം അതൊരിക്കലും ഇന്ത്യൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫോറിനേഴ്സിന് മാത്രമേ ഇത്തരത്തിലുള്ള അലവൻസിലൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതേപോലെ തന്നെ മറ്റൊരു കാരണമായിരുന്നു ഒരുപാട് ശിപ്പായിമാരുടെ ഹോംലാൻഡ് ആയിരുന്ന അവാദ് എന്ന സ്ഥലം ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്തു. അപ്പം അതായത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഈ ശിപ്പായിമാരുടെ സ്വന്തം സ്ഥലം ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്തതോടുകൂടി ഇവർക്കൊക്കെ ബ്രിട്ടീഷുകാരുടെ ശക്തമായ ഒരു എതിർപ്പ് ഉണ്ടാവുകയായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ആർമിക്കുള്ളിൽ തന്നെ ഇന്ത്യൻ ശിപ്പായിമാർക്ക് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് പ്രൊമോഷന്റെ കാര്യത്തിലാണെങ്കിലും പ്രിവിലേജിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇവർ നേരിട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ശരിക്കും ഈ ശിപ്പായിമാരുടെ ഈ എതിർപ്പുണ്ടായത് ജസ്റ്റ് മിലിറ്ററി മാറ്റേഴ്സ് കൊണ്ട് മാത്രമായിരുന്നില്ല, ഒരുപാട് കാരണങ്ങൾ അതിനുണ്ടായിരുന്നു ഇവരെ ബ്രിട്ടീഷ് റൂളിന് എതിരായിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. ശിപ്പായിമാരെ ഇൻഫാക്ട് നമുക്ക് പെസന്റ് ഇൻ യൂണിഫോം എന്നാണ്, യൂണിഫോം ഇട്ട അടിയാളന്മാർ എന്ന രീതിയിലായിരുന്നു ബ്രിട്ടീഷുകാർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെയൊക്കെ ഒരു എൻഡ് റിസൾട്ട് ആയിട്ട് നമുക്ക് നോക്കിയാൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിക്കുള്ളിൽ ഒരു ലോങ് ഹിസ്റ്ററി ഓഫ് റിവോൾട്ട് നടന്നായിട്ട് നമുക്ക് കാണാം. 1764 ബംഗാളില്, 1806 വെല്ലൂരില്, 1825 ഭരത്പൂരില്, പിന്നീട് അഫ്ഗാൻ വാറിന്റെ സമയത്ത് 1838 മുതൽ 42 വരെയുള്ള സമയങ്ങളിൽ, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ 1857 റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തത്, സ്പ്രെഡ് ആയതെന്ന് നോക്കാം. ഈ 1857 റിവോൾട്ടിലേക്ക് കാരണമായ പ്രധാനപ്പെട്ട 2 സംഭവങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല, എന്നാൽ ഇത്രയും വലിയൊരു റിവോൾട്ടിലേക്ക് ആളുകളെ പ്രേരിപ്പിച്ചത് ഈ 2 ഘടകങ്ങളായിരുന്നു. ഒന്ന്, ഇവർ ഉപയോഗിക്കുന്ന ആട്ട ഫ്ലോറിലേക്ക് ഇവർ ബോൺമീൽ മിക്സ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു. രണ്ടാമത്തെ കാര്യം, പുതിയതായിട്ട് ഒരു എൻഫീൽഡ് റൈഫിൾ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത റൈഫിളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ കാട്രിഡ്ജ് കടിച്ച് വലിച്ച് ഊരിയിട്ട് വേണം അത് ഫയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ. എന്നാൽ അവർ അതിനകത്ത് ഉപയോഗിക്കുന്ന ഗ്രീസ് ബീഫിന്റെയും പിഗ് ഫാറ്റും ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് ആളുകൾക്ക്, അതായത് ഈ ശിപ്പായിമാർക്ക് ഗവൺമെന്റിനോട് ഒരു ഡിസഫെക്ഷൻ ഉണ്ടായത്. കാരണം ബീഫ് എന്ന് പറയുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവര് മദറിന് ഈക്വലന്റ് ആയിട്ട് കാണുന്ന ഒരു ഗോഡസ് കൈൻഡ് ഓഫ് കൺസെപ്റ്റ് ഉള്ളതാണ്. പിഗ് ഫാറ്റ് എന്ന് പറയുന്നത് അന്നത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്
ഹറാമായിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും ഈ രണ്ട് കൂട്ടരുടെയും റിലീജിയസ് ആയിട്ടുള്ള എല്ലാ സെന്റിമെന്റ്സിനെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ടാണ് ഈ രണ്ട് സംഭവങ്ങൾ ഇത്രയേറെ ശക്തമായിട്ടൊരു പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. എന്നാൽ ഈ ഒരു റിവോൾട്ടിന് കാരണം ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാലല്ല. കാരണം നമ്മൾ ഇതിനു മുൻപ് തന്നെ പറഞ്ഞു, ഇന്ത്യൻ ശിപ്പായിമാർക്ക് അവരുടെ ആർമിക്കുള്ളിൽ തന്നെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ബ്രിട്ടീഷിനോട് ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എങ്കിലും അവർക്ക് അതെല്ലാം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഗ്രീസ്ഡ് കാട്രിഡ്ജിന്റെ ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്ത് പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു നോക്കി, ഈ ഇവന്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് നോക്കാം. ഈ ഒരു റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തത് മീററ്റിലാണ്. ഡൽഹിയിൽ നിന്ന് 58 കിലോമീറ്റർ ദൂരെയുള്ള മീററ്റിലാണ് എന്നാണ് പറയുന്നത്. ഈവൻ ബിഫോർ ഇതിനു മുമ്പ് തന്നെ വേരിയസ് കണ്ടോൺമെന്റ്സിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1857 ഫെബ്രുവരിയിൽ 19th നേറ്റീവ് ഇൻഫൻട്രി ബെഹ്റാംപൂരിലുള്ളവര് ഇതേപോലെ തന്നെ എൻഫീൽഡ് റൈഫിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ മാർച്ച് 1857 ഡിസ്ബാൻഡ് ചെയ്യുകയായിരുന്നു. അതേപോലെ തന്നെ ഭരത്പൂരിലെ 34th നേറ്റീവ് ഇൻഫൻട്രിയിലുണ്ടായിരുന്ന ഒരു യങ് ശിപ്പായി ആയിരുന്ന മംഗൾ പാണ്ഡെ, നമുക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേരാണ് മംഗൾ പാണ്ഡെ, ആ ഒരു യൂണിറ്റിന്റെ സർജൻ മേജറോട് ഫയർ ചെയ്യുകയും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നീട് ഇദ്ദേഹത്തെ ഏപ്രിൽ 6-ാം തീയതി എക്സിക്യൂട്ട് ചെയ്യുകയും ഈ ഒരു റെജിമെന്റിനെ മെയ്യിൽ ഡിസ്ബാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മെയ് 3-ാം തീയതി 7ാമത് അവാദ് റെജിമെന്റും ഇതേപോലെ ഓഫീസേഴ്സിനെ ഡിഫൈ ചെയ്യുകയും, പക്ഷെ അവസാനം മറ്റ് റെജിമെന്റ്സിലൊക്കെ ഉണ്ടായ അതേ അവസ്ഥ ഇവർക്ക് തന്നെ വന്നു ചേരുകയും ചെയ്തു. ഇതിനുശേഷമാണ് മീററ്റില് എക്സ്പ്ലോഷൻസ് ഉണ്ടാവുന്നത്. മെയ് 10-നാണ് ഡൽഹിയിൽ നിന്നും 58 കിലോമീറ്റർ ദൂരെയുള്ള മീററ്റ് എന്ന സ്ഥലത്ത് കലാപം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് പിന്നീട് ഇത് പല റീജൻസിലേക്ക് സ്പ്രെഡ് ആവുകയായിരുന്നു. നോർത്തില് പഞ്ചാബിലേക്കും, സൗത്തില് നർമദ വാലിയിലേക്കും, ഈസ്റ്റില് ബീഹാർ സൈഡിലേക്കും, വെസ്റ്റില് രജപുത്താനയിലേക്കും, അങ്ങനെ എല്ലായിടത്തേക്കും ഇത് സ്പ്രെഡ് ആവുകയായിരുന്നു. 1857 ഏപ്രിൽ 24-ലാണ് 3rd നേറ്റീവ് കൽവരിയിലുള്ള 90 ആളുകൾ ഈ ഗ്രീസ്ഡ് കാട്രിഡ്ജ് തങ്ങൾ ഉപയോഗിക്കില്ല എന്ന് റെഫ്യൂസ് ചെയ്യുന്നത്. മെയ് 9-ാം തീയതി ഈ പറഞ്ഞ 90-ലെ 85 ആളുകളെയും ഡിസ്മിസ് ചെയ്യുകയും അവരെ 10 വർഷത്തെ ഇംപ്രിസൺമെന്റിന് വിധിച്ച് ജയിലിലടയ്ക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തെ തുടർന്നാണ് മീററ്റിൽ സ്റ്റേഷൻ ചെയ്തിരുന്ന ഇന്ത്യൻ സോൾജേഴ്സിനിടയ്ക്ക് ഒരു ഗ്രേറ്റ് മ്യൂട്ടണി എന്ന ആ ഒരു സ്പാർക്ക് വന്നു വീഴുന്നത്. ഇതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം മെയ് 10-ാം തീയതി ഈ ഇംപ്രിസൺ ചെയ്തിട്ടുള്ള ആളുകളെ എല്ലാവരെയും റിലീസ് ചെയ്യുകയും ഇവിടുത്തെ ഓഫീസേഴ്സിനെ കൊന്നുകളയുകയും ഇവരുടെ റിവോൾട്ടിന്റെ ബാനർ അൺഫേൾ ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം അവർ ഡൽഹിയിലേക്ക് മൂവ് ചെയ്തു. ഡൽഹിയിൽ അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ഇൻഫൻട്രിയും ഇവരോടൊപ്പം ജോയിൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ അവർ അവിടുത്തെ യൂറോപ്യൻ ഓഫീസേഴ്സ് ആയിരുന്ന സൈമൺ ഫ്രാസ്റ്റർ, അവിടുത്തെ പൊളിറ്റിക്കൽ ഏജന്റിനെയൊക്കെ കൊന്നുകളയും സിറ്റി സീസ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ ഡൽഹിയുടെ മാഗസിന്റെ ഇൻചാർജ് ആയിരുന്ന ഓഫീസർ ഇൻചാർജ് ആയിരുന്ന ലഫ്റ്റനന്റ് വില്ലോ ബൈ എന്ന് പറയുന്ന ആള് കുറച്ച് റെസിസ്റ്റൻസ് ഒക്കെ ഇവർക്കെതിരായിട്ട് ഓഫർ ചെയ്തെങ്കിൽ പോലും അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഈ ശിപ്പായിമാരുടെ പട മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ എംപറർ ആയിട്ട് പ്രൊക്ലെയിം ചെയ്തത് വളരെ ഏജ്ഡ് ആയിട്ടുള്ള പവർലെസ് ആയിട്ടുണ്ടായിരുന്ന ബഹദൂർ ഷായി ആയിരുന്നു. ഡൽഹി അധികം താമസിയാതെ തന്നെ ഈ ഗ്രേറ്റ് റിവോൾട്ടിന്റെ സെന്റർ ആയി മാറുകയും ബഹദൂർ ഷാ അതിന്റെ സിംബലായി മാറുകയും ചെയ്തു. പദവികളെല്ലാം നഷ്ടപ്പെട്ട് പവർലെസ് ആയി നിന്നിരുന്ന ബഹദൂർ ഷായെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് രാജ്യത്തിന്റെ ലീഡറായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത് മുൻപ് ഒരുപാട് കാലം ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ എംപയറിന്റെ ആ ഒരു റെയിൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ യൂണിറ്റിയുടെ ഒരു സിംബലായിട്ട്, ഒരു ട്രഡീഷണൽ സിംബലായിട്ട് റെക്കഗ്നൈസ്ഡ് ആവുകയായിരുന്നു. ഈ ഒരു ഒറ്റ പ്രവർത്തനത്തിലൂടെ വന്ന മാറ്റം എന്നത് ഇത് സോൾജിയേഴ്സിന്റെ ഒരു റിവോൾട്ട്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ശിപ്പായിമാരുടെ ഒരു പ്രതിഷേധം എന്ന നിലയിൽ നിന്നും ഇതൊരു റെവല്യൂഷണറി വാർ എന്ന നിലയിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു. കാരണം മുഗൾ എംപറർ ആയിരുന്ന ബഹദൂർ ഷാ ലീഡർ ആയതോടുകൂടി അദ്ദേഹത്തിനോടുള്ള ലോയൽറ്റി കാണിക്കാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഇന്ത്യൻ ചീഫ്സും ഈ ഒരു റിവോൾട്ടിനോട് ചേരുകയും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടുകയും ചെയ്തു. വളരെ സ്പോണ്ടേനിയസ് ആയ ഒരു ആക്ഷൻ ആയതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് വ്യതിചരിച്ചാണ് ബഹദൂർ ഷാ നിന്നിരുന്നത്. എന്നാൽ അതിനുശേഷം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഇന്ത്യൻ റൂളേഴ്സിനും ചീഫ്സിനും കത്തെഴുതുകയും ഒരു ഇന്ത്യൻ സ്റ്റേറ്റിന്റെ കോൺഫെഡറസി രൂപീകരിക്കാൻ അഭിപ്രായപ്പെടുകയും അങ്ങനെ അവരോട് ഫൈറ്റ് ചെയ്ത് ബ്രിട്ടീഷ് റെജിമിനെ ഇവിടെ നിന്ന് തുരത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എൻറ്റയർ ബംഗാൾ ആർമി ഈ ഒരു റിവോൾട്ടിനോട് ചേർന്നതോടുകൂടി വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു റിവോൾട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങി. അവാദ്, റോഹിൽഖണ്ഡ്, ദോഅബ്, ബുന്ദേൽഖണ്ഡ്, സെൻട്രൽ ഇന്ത്യ, ബീഹാറിന്റെയും ഈസ്റ്റ് പഞ്ചാബിന്റെയും വലിയ ഭാഗങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ബ്രിട്ടീഷുകാർക്ക് ശക്തമായ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നു. ശിപ്പായിമാരുടെ ഈ ഒരു റിവോൾട്ടിനെ അക്കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സിവിൽ പോപ്പുലേഷന്റെ സൈഡിൽ നിന്നുള്ള റിബല്യൻസും സ്റ്റാർട്ട് ചെയ്തു. അതിൽ പ്രധാനമായിരുന്നു നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസിൽ നിന്നും അവാദിൽ നിന്നുമുള്ള ആളുകളുടെ പ്രതിഷേധങ്ങൾ.
ഓൾറെഡി ബ്രിട്ടീഷുകാരോട് ശക്തമായ ദേഷ്യങ്ങൾ നിലനിർത്തിയിരുന്ന ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അവർ ബ്രിട്ടീഷ് റൂൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തങ്ങളെ കഴിയും വിധം പോരാടുമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് വരികയായിരുന്നു. അന്ന് സമൂഹത്തിന്റെ എല്ലാ കിടയിലുമുള്ള ആളുകളെല്ലാം ഈ ഒരു റിവോൾട്ടിനോട് ജോയിൻ ചെയ്തു. അതിൽ പെസൻട്രി ക്ലാസ് ഉണ്ടായിരുന്നു, ആർട്ടിസൻസ് ഉണ്ടായിരുന്നു, ഷോപ്പ് കീപ്പേഴ്സ് ഉണ്ടായിരുന്നു, ദിനക്കൂലികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു, ജമീന്ദാസ്, റിലീജിയസ് മെൻഡിക്കൻസ്, പ്രീസ്റ്റ്, സിവിൽ സെർവൻസ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും ഇതിലേക്ക് കടന്നു വന്നതോടുകൂടിയാണ് ഇതിനൊരു പോപ്പുലർ റിവോൾട്ടിന്റെ ക്യാരക്ടർ വന്നത്. ബ്രിട്ടീഷുകാരുടെ അധികാരത്തിന്റെ കീഴിൽ തങ്ങളുടെ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്ത ജമീന്ദാസിനും മണി ലെൻഡേഴ്സിനെയും ശക്തമായി ആക്രമിച്ചുകൊണ്ടാണ് പെറ്റി ജമീന്ദാസും പെസൻസും മുന്നോട്ട് വന്നത്. ഈ ഒരു റിവോൾട്ടിന്റെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് തന്നെ മണി ലെൻഡേഴ്സിന്റെ അക്കൗണ്ട് ബുക്കുകളും കടത്തിന്റെ റെക്കോർഡ്സും ഒക്കെ അവർ നശിപ്പിച്ചു കളയുകയും ചെയ്തു. അതേപോലെ തന്നെ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന ലോ കോർട്ട്, റവന്യൂ ഓഫീസുകൾ, റവന്യൂ റെക്കോർഡ്സ്, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഈ പറഞ്ഞ ആർമി അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അന്നത്തെ റിവോൾട്ടില് ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ അവാദില് ഇംഗ്ലീഷുകാരുമായിട്ട് ഫൈറ്റ് ചെയ്ത സമയത്ത് ഏകദേശം 1,50,000 ആളുകളാണ് മരണപ്പെട്ടത്. അതിൽ 1,00,000-ഓളം ആളുകളും അവിടുത്തെ സിവിലിയൻസ് ആയിരുന്നു. ഡൽഹി ക്യാപ്ചർ ചെയ്ത് 1 മാസ കാലയളവിനുള്ളിൽ തന്നെ റിവോൾട്ട് ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു റിവോൾട്ടിന്റെ ലീഡർ ആയിട്ടുണ്ടായിരുന്നത് മുഗൾ എംപറർ ആയിരുന്ന ബഹദൂർ ഷാ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു നോമിനൽ അല്ലെങ്കിൽ ഒരു സിംബോളിക് ലീഡർ മാത്രമായിരുന്നു. അവിടുത്തെ റിയൽ ചീഫ് അല്ലെങ്കിൽ കമാൻഡർ എന്ന് പറയുന്നത് ജനറൽ ഭക്ത് ഖാൻ ആയിരുന്നു. അദ്ദേഹം ബറേലി ട്രൂപ്സിനെ റിവോൾട്ടിൽ ലീഡ് ചെയ്ത വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം ഡൽഹിയിലേക്ക് വരികയാണ്. ഇദ്ദേഹത്തിന്റെ കീഴിൽ ഒരു കോർട്ട് ഓഫ് സോൾജേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു കോർട്ടിൽ 10 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 6 പേര് ആർമിയിൽ നിന്നും 4 പേര് സിവിലിയൻ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നുമുള്ള ആളുകളായിരുന്നു. ഈ ഒരു കോർട്ട് എംപററുടെ പേരിലാണ് സ്റ്റേറ്റ് അഫയേഴ്സ് എല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു കോർട്ടാണ് ശരിക്കും ഈ ഒരു റിവോൾട്ടിന്റെ ലീഡർഷിപ്പ് ആയിട്ട് മുന്നോട്ട് നിന്നിരുന്നത്. ഇവരുടെ ഈ ഒരു ലീഡർഷിപ്പ് ചെയിൻ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള കണ്ണി എന്ന് പറയുന്നത് എംപറർ ബഹദൂർ ഷാ ആയിരുന്നു. അദ്ദേഹം വളരെ വീക്ക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. വളരെയേറെ പ്രായമായ ഒരാളായിരുന്നു. അതേപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ വളരെ ലാക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റിവോൾട്ടിന് നെർവ് സെന്ററിൽ ഒരുപാട് പൊളിറ്റിക്കൽ വീക്ക്നെസ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇൻകാൽക്കുലബിൾ ആയിട്ടുള്ള ഡാമേജ് ആണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കാൺപൂരിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ബറേലിയിൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജനറൽ ഭക്ത് ഖാൻ ആയിരുന്നു. പിന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് മൂവ് ചെയ്യായിരുന്നു. കാൺപൂരിൽ ലീഡർ ആയിട്ടുണ്ടായിരുന്നത് നാനാ സാഹിബ് ആയിരുന്നു. നാനാ സാഹിബ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ പേശുവായിരുന്ന ബജിറാവോ സെക്കൻഡിന്റെ അഡോപ്റ്റഡ് സൺ ആണ്. നമ്മൾ കഴിഞ്ഞ ലെക്ചറിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡോപ്റ്റഡ് സൺസ് ആണ് രാജാവിന്റെ മക്കളെങ്കിൽ ഈ രാജാവിന് ശേഷം ആ ഒരു സ്ഥാനത്തേക്ക് വരാനുള്ള ആ ഒരു ത്രോൺ സക്സഷന് വേണ്ടിയിട്ടുള്ള അധികാരം അഡോപ്റ്റഡ് സണ്ണിന് ഉണ്ടാവില്ല എന്നുള്ള കുറെ തീരുമാനങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ഫാമിലി ടൈറ്റിൽ നഷ്ടപ്പെട്ട ആളിലെ റെഫ്യൂസ്ഡ് ആയ ഒരു വ്യക്തിയായിരുന്നു ഈ നാനാ സാഹിബ്. അദ്ദേഹം പൂനെയിൽ നിന്നും ബാനിഷ്ഡ് ആവുകയും കാൺപൂറിനടുത്ത് സെറ്റിൽ ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ കാൺപൂർ എന്ന സ്ഥലത്ത് ഈ ഒരു പടയെ നയിച്ചത് നാനാ സാഹിബ് ആയിരുന്നു. നാനാ സാഹിബ് കാൺപൂരിൽ നിന്നും ഇംഗ്ലീഷിനെ എക്സ്പെൽ ചെയ്യുകയും അഡോപ്റ്റഡ് സൺ ആയതുകൊണ്ട് ബ്രിട്ടീഷുകാര് തന്നിൽ നിന്നും റെഫ്യൂസ് ചെയ്ത പേശ്വ എന്ന ഫാമിലി ടൈറ്റിൽ അദ്ദേഹം സ്വയം പ്രൊക്ലെയിം ചെയ്യുകയും ഇന്ത്യയുടെ എംപറർ ആയിട്ട് ബഹദൂർ ഷായെ അക്നോളജ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗവർണറാണ് താനെന്ന് സ്വയം ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. 1857 ജൂൺ 27 അവിടുത്തെ സ്റ്റേഷന്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്ന സർ ഹ്യൂജ് വീലർ സറണ്ടർ ചെയ്യുകയായിരുന്നു. ഇനി നമുക്ക് ലക്നൗ നോക്കാം. ലക്നൗ നോക്കുകയാണെങ്കിൽ 1857 ജൂൺ 4 അവിടെ ഒരു റിബല്യൻ ബ്രോക്കൗട്ട് ആകുന്നത്. അന്ന് ലക്നൌവിലെ പടയെ നയിച്ചിരുന്നത് ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു. ബ്രിട്ടീഷുകാർ കാരണം തനിക്ക് സ്ഥാനഭ്രംശം സംഭവിച്ച നവാബിനോട് ഒരു പോപ്പുലറായ സിംപതി അവിടെ നിലനിന്നിരുന്നു. ബീഗം ഹസ്രത് മഹലിന്റെ പുത്രനായിരുന്ന ബിർജസ് ഖാദർ ഇവിടുത്തെ നവാബായിട്ട് പ്രൊക്ലെയിം ചെയ്യുകയും അവിടെ ഒരു റെഗുലർ അഡ്മിനിസ്ട്രേഷൻ ഓർഗനൈസ് ചെയ്യുകയും ചെയ്തു. അവിടുത്തെ ഇമ്പോർട്ടന്റ് ഓഫീസുകളെല്ലാം ഈക്വൽ ആയിട്ട് മുസ്ലിംസിനും ഹിന്ദുസിനും ഇടയ്ക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം നയിച്ചത്. ഈ ഒരു സമയത്ത് ലക്നൌവിന്റെ ബ്രിട്ടീഷ് ഇൻചാർജ് ആയിട്ട് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഹെൻറി ലോറൻസ്. അദ്ദേഹം താമസിച്ചിരുന്ന ആ ഒരു റെസിഡൻസിനെയാണ് നമ്മൾ ദ റെസിഡൻസ് എന്ന് പറയുന്നത്. അവിടെ കുറെ യൂറോപ്യൻ ഇൻഹാബിറ്റൻസും ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് ലോയൽ സെപ്പോയ്സും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവരുടെ ഈ ഒരു റെസിഡൻസിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏകദേശം 1700ഓളം ആളുകൾ വരുന്ന ഒരു കാവൽ പടയെ ഗാരിസനെ അവർ അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥലമാണ് ഇന്ത്യൻ റിബൽസ് വരികയും പിടിച്ചടക്കുകയും ചെയ്തത്. ഈ ഒരു പിടിച്ചടക്കിനിടയ്ക്കാണ് സർ ഹെൻറി കൊല്ലപ്പെടുന്നത്.
പിടിച്ചടക്കിയ ഈ ഒരു ലക്നൌവിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സർ ഹെൻറി ഹാവ്ലോക്ക്, സർ ജെയിംസ് ഓട്രം തുടങ്ങിയവരൊക്കെ ഒരുപാട് ശ്രമിച്ചെങ്കിലും അത്ര സക്സസ് ആയില്ല. അവസാനം പുതിയ കമാൻഡർ ഇൻ ചീഫായിട്ട് ചാർജ് എടുത്ത സർ കോളിൻ ക്യാമ്പബെല്ലാണ് ആ സ്ഥലത്ത് നിന്നും ഗൂർഖ റെജിമെന്റിന്റെ സഹായത്തോടു കൂടി യൂറോപ്യൻസിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. 1858 മാർച്ചിൽ ഈ സിറ്റി ബ്രിട്ടീഷുകാർ റിക്കവർ ചെയ്യുകയും ആ വർഷം സെപ്റ്റംബർ വരെ അവിടെ ഗറില്ല ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്ഥലം ബറേലിയാണ്. ബറേലി നോക്കുകയാണെങ്കിൽ ബറേലിയിൽ നിന്നുള്ള പടയെ നയിച്ചിരുന്നത് ഖാൻ ബഹദൂർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം റോഹില ഖണ്ഡിന്റെ ഫോമർ റൂളറുടെ ഒരു ഡിസെൻഡന്റ് ആയിരുന്നു. ബ്രിട്ടീഷുകാര് ഇദ്ദേഹത്തിന് പെൻഷനൊക്കെ ഗ്രാന്റ് ചെയ്തതിന് പോലും അതിലൊന്നും എന്തൂസിയാസ്റ്റിക് ആവാതിരുന്ന അദ്ദേഹം സ്വന്തമായി 40,000 പട്ടാളക്കാരെ ചേർത്തുകൊണ്ട് ഒരു ആർമി രൂപീകരിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ ശക്തമായ ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ് വൺ ബീഹാർ ആണ്. ബീഹാറിൽ റിവോൾട്ടിനെ ലീഡ് ചെയ്തത് കൺവർ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ജഗദീഷ്പൂർ എന്ന സ്ഥലത്തിന്റെ ജമീന്ദാർ ആയിരുന്നു. ബ്രിട്ടീഷുകാരുടെ തീരുമാനങ്ങൾ മൂലം തന്റെ എസ്റ്റേറ്റുകളെല്ലാം നഷ്ടമായതിൽ വളരെയേറെ അമർഷം ബ്രിട്ടീഷുകാരോട് വെച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു കൺവർ സിംഗ്. അതുകൊണ്ട് തന്നെ ശിപ്പായികൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ, ആറ എന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഇദ്ദേഹം ഇവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവരെ വളരെയേറെ നല്ല രീതിയിൽ സ്വീകരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തികളെയൊക്കെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു ലീഡർ ആയിരുന്നു ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള എന്ന വ്യക്തി. അദ്ദേഹം ശരിക്കും ഒരു മദ്രാസ് നേറ്റീവ് ആണ്. അദ്ദേഹം നോർത്തിലുള്ള ഫൈസാബാദ് എന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്തതായിരുന്നു. ബ്രിട്ടീഷ് ട്രൂപ്പിന് എതിരായിട്ട് വളരെ സ്റ്റിഫ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ നയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. 1857 മെയ്യിൽ അവാദിൽ ഈ ഒരു റിവോൾട്ട് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തൊട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കുന്ന പടയെ നയിച്ച ഒരു സ്ട്രോങ് ആയ അക്നോളജ്ഡ് ആയിട്ടുള്ള ലീഡർ ആയിരുന്നു ഇദ്ദേഹം. അടുത്തത് ഝാൻസിയാണ്. ഝാൻസിയിലെ പടയെ നയിച്ചിരുന്നത് ഈ റിവോൾട്ടിലെ ഏറ്റവും ശക്തിയായ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ടായിരുന്ന ലീഡറായ റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായിയുടെ ഹസ്ബൻഡ് ആയിരുന്ന രാജ ഗംഗാധർ റാവു മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അഡോപ്റ്റഡ് സണ്ണന് ഈ ഒരു ത്രോണ് സക്സീഡ് ചെയ്യാനുള്ള അധികാരമില്ല എന്ന് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഉപയോഗിച്ചുകൊണ്ട് ലോർഡ് ഡെല്ലൗസി, അന്നത്തെ ഗവർണർ ജനറൽ എന്ന ലോർഡ് ഡെല്ലൗസി ഓർഡർ ഇട്ടു. ബ്രിട്ടീഷുകാര് റാണി ലക്ഷ്മിബായിയെ ഝാൻസിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചതോടുകൂടി അവർ ഈ ഒരു യുദ്ധത്തിനുള്ള വെല്ലുവിളി നടത്തുകയുണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞ വാക്കുകൾ വളരെ ഫേമസ് ആണ്. മേ അപ്നെ ഝാൻസി നായി ദൂങ്കി എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും എന്റെ ഝാൻസിയിൽ വിട്ടുപോകില്ല, ഝാൻസി വിട്ടുകൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഝാൻസി റാണി അല്ലെങ്കിൽ റാണി ലക്ഷ്മിബായി താന്തിയ തോപ്പോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. താന്തിയ തോപ്പ് എന്നത് നാനാ സാഹിബിന്റെ ഒരു ക്ലോസ് അസോസിയേറ്റ് ആയിരുന്നു. ഝാൻസി റാണിയും താന്തിയ തോപ്പും ചേർന്ന് ഗ്വാളിയാറിലേക്ക് മാർച്ച് ചെയ്യുകയും അവിടെ അവര് ഇന്ത്യൻ സോൾജിയേഴ്സിനെ ഹെയിൽ ചെയ്യുകയും ചെയ്തു. അന്നത്തെ സിന്ധ്യ എന്ന ലോക്കൽ റൂളർ ഇംഗ്ലീഷുകാരോടൊപ്പം ചേരാൻ തീരുമാനിക്കുകയും അദ്ദേഹം ആഗ്രയിൽ ഒരു ഷെൽട്ടർ സ്വീകരിക്കുകയും ചെയ്തു. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാൺപൂരിലെ ഇംഗ്ലീഷുകാരെ ഓടിച്ചതോടുകൂടി നാനാ സാഹിബ് പേശുവായിട്ട് സ്വന്തമായിട്ട് പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇവര് സദേൺ സൈഡിലേക്ക് ഒരു മാർച്ച് നടത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. 1858 ജൂണിലാണ് ഇംഗ്ലീഷുകാരെ ഗ്വാളിയാർ തിരിച്ചു പിടിക്കുന്നത്. ഏകദേശം ഒരു വർഷത്തിന് മേലെ ഈ റിബൽസ് ഇംഗ്ലീഷുകാർക്കെതിരായിട്ട് പോരാടിയിട്ടുണ്ട്. ഈ ഒരു റിവോൾട്ടിലെ സാധാരണക്കാരുടെ കോമൺ മാസിന്റെ സാക്രിഫൈസ് നോക്കുകയാണെങ്കിൽ അത് വളരെ ഇമ്മൻസും ഇൻന്യൂമറബിളുമാണ്. അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു പേരാണ് ഷാമൽ എന്ന വ്യക്തിയുടേത്. ഇദ്ദേഹം ഉത്തർപ്രദേശിലെ ബാഗ്പത്ത് എന്ന സ്ഥലത്തെ പർഗാന ബറൌത്ത് എന്ന സ്ഥലത്തെ ഒരു ലോക്കൽ വില്ലേജർ ആയിരുന്നു. ഇദ്ദേഹം ഏകദേശം 84ഓളം വില്ലേജസിലെ പെസൻസിലെയും ഹെഡ്മെനിനെയും ഓർഗനൈസ് ചെയ്യുകയും ഓരോ വില്ലേജിൽ നിന്നും, ഓരോ ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങൾ തോറും രാത്രികളിൽ മാർച്ച് ചെയ്ത് അവിടുത്തെ ആളുകളോട് ബ്രിട്ടീഷ് ഹെഗമണിക്കെതിരായിട്ട് റിബൽ ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന് ആവശ്യം വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അവർ ചെയ്ത കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ബിൽഡിങ്സ് അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. നദികൾക്ക് മേലെയുള്ള ബ്രിഡ്ജുകൾ അവർ തകർത്തിട്ടുണ്ട്, റോഡുകൾ തകർത്തിട്ടുണ്ട്. ഇതൊക്കെ പാർഷ്യലി ഗവൺമെന്റ് ഫോഴ്സുകൾ ഈ ഏരിയയിലേക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ടും പാർഷ്യലി ഇതൊക്കെ ബ്രിട്ടീഷ് റൂളിന്റെ സിമ്പിൾ ആയിട്ട് കണ്ടിരുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഡൽഹിയിൽ കലാപത്തിന് വേണ്ടി ചെന്ന ആളുകൾക്ക് വേണ്ട സപ്ലൈസ് എല്ലാം ഷാമൽ എത്തിച്ചു കൊടുക്കുകയും ബ്രിട്ടീഷുകാരും, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റും മീററ്റും തമ്മിലുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇദ്ദേഹം ചെയ്തിരുന്നു. യമുനയുടെ ബാങ്ക്സിലുണ്ടായിരുന്ന ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ബംഗ്ലാവിനെ അദ്ദേഹം ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കുകയും അവിടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്തിരുന്നു. ഇൻഫാക്ട് ഈ ഒരു ബംഗ്ലാവ് ഒരു ഹോൾ ഓഫ് ജസ്റ്റിസ് എന്ന നിലയിലാണ് ആക്ട് ചെയ്തത്. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും റെസൊല്യൂഷനും അതിന് വേണ്ട ജഡ്ജ്മെന്റ്സും ഒക്കെ ഈ ഒരു ബംഗ്ലാവിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു വളരെ എഫക്റ്റീവായ നെറ്റ്വർക്ക് ഓഫ് ഇന്റലിജൻസ് അദ്ദേഹം ഓർഗനൈസ് ചെയ്തു.
ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഇവിടുത്തെ ബ്രിട്ടീഷ് റൂൾ അവസാനിച്ച് തങ്ങളുടെ റൂൾ വന്നു എന്നൊരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ജൂലൈ 1857 ഷാമലിനെ ഒരു ഇംഗ്ലീഷ് ഓഫീസർ കൊലപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഡൻലാപ്പ് എന്നായിരുന്നു. ഷാമൽ ഇവിടുത്തെ ജനങ്ങളിൽ ബ്രിട്ടീഷ് റൂൾ ഇവിടെ അവസാനിച്ചു എന്നൊരു തോന്നലുണ്ടാക്കിയ വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് 1857 ജൂലൈ 21 ഷാമലിന്റെ ബോഡി പീസായിട്ട് കട്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുകയായിരുന്നു ബ്രിട്ടീഷുകാർ. എങ്കിൽ പോലും ഈ ഒരു റിവോൾട്ട് ഒരു വർഷത്തിന് മേലെ നീണ്ടുപോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ശക്തമായ ഈ ഒരു റിവോൾട്ടിനെ സപ്രസ് ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് അവസാനം സാധിച്ചു. നീണ്ട ഫൈറ്റുകൾക്കൊടുവിൽ 1857 സെപ്റ്റംബർ 20 ബ്രിട്ടീഷുകാർ ഡൽഹി ക്യാപ്ചർ ചെയ്യുന്നത്. അന്ന് ഈ സേജിന്റെ ലീഡർ എന്ന ജോൺ നിക്കോൾസൺ വളരെയേറെ ബാഡ്ലി വൂണ്ടഡ് ആവുകയും അദ്ദേഹത്തിന്റെ ഇഞ്ചുറീസ് മൂലം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ബഹദൂർ ഷായെ അവരൊരു പ്രിസണർ ആക്കി മാറ്റി. ആ സമയത്തുണ്ടായിരുന്ന എല്ലാ റോയൽ പ്രിൻസുകളെയും അവർ ക്യാപ്ചർ ചെയ്യുകയും സ്പോട്ടിൽ തന്നെ അവരെ കൊന്നുകളയുകയും ചെയ്തു. പബ്ലിക്കായിട്ട് അവരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ലഫ്റ്റനന്റ് ഹഡ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. എംപററെ റെങ്കൂണിലേക്ക് നാട് കടത്തുകയും 1862 അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അവസാനത്തെ മുഗൾ ഭരണാധികാരിയും നഷ്ടപ്പെട്ടതോടുകൂടി ദ ഗ്രേറ്റ് ഹൗസ് ഓഫ് മുഗൾസ് എന്നത് പൂർണ്ണമായും ഇല്ലാതായി തീർന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി നിന്നിരുന്നത് ഡൽഹി ആയിരുന്നത് കൊണ്ട് തന്നെ ഡൽഹിയിലെ ഇൻഹാബിറ്റൻസിനോട് വളരെ ക്രൂരമായിട്ടുള്ള വെഞ്ചൻസ് ആണ് ബ്രിട്ടീഷുകാർ വെച്ച് പുലർത്തിയത്. ഡൽഹിയുടെ വീഴ്ചയോട് കൂടി ഫോക്കൽ പോയിന്റ്, ഈ ഒരു റിവോൾട്ടിന്റെ ഫോക്കൽ പോയിന്റ് തന്നെ ഡിസപ്പിയർ ആവുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു റിവോൾട്ട് കെട്ടടങ്ങി പോകുന്നത്. ഒന്നിനു പുറകെ ഒന്നായി ഈ റിവോൾട്ടിലെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സും വീണുപോയി. കാൺപൂർ റീക്യാപ്ചർ ചെയ്യാനുള്ള മിലിറ്ററി ഓപ്പറേഷനും ലക്നൌവിന്റെ റിക്കവറിയും അവർ ഒന്നിച്ച് മുന്നോട്ട് വെച്ച തീരുമാനങ്ങളായിരുന്നു. 1857 ഡിസംബർ 6 സർ കോളിൻ ക്യാമ്പല് കാൺപൂർ ഒക്കുപ്പൈ ചെയ്യുന്നത്. നാനാ സാഹിബിനെ അദ്ദേഹം തോൽപ്പിക്കുകയും നാനാ സാഹിബ് 1859 തുടക്കങ്ങളിൽ നേപ്പാളിലേക്ക് എസ്കേപ്പ് ചെയ്തു പോവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ പറ്റിയുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ക്ലോസ് അസോസിയേറ്റ് ആയിരുന്ന താന്തിയ തോപ്പ് സെൻട്രൽ ഇന്ത്യയിലെ കാടുകളിലേക്ക് എസ്കേപ്പ് ചെയ്തു പോയതായിട്ട് ഉള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1859 ഏപ്രിലിൽ അദ്ദേഹത്തെ പിടികൂടുകയും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിവോൾട്ടിലെ ഏറ്റവും പ്രൊമിനന്റ് ലീഡർ എന്ന് നമ്മൾ പറഞ്ഞ റാണി ലക്ഷ്മിബായി അല്ലെങ്കിൽ ഝാൻസി റാണി ഇതിനു മുമ്പ് തന്നെ 1858 ജൂണിൽ യുദ്ധകളത്തിൽ വെച്ച് യുദ്ധത്തിനിടയ്ക്ക് തന്നെ കൊല്ലപ്പെടുകയായിരുന്നു. ഝാൻസി എന്ന സ്ഥലം സർ ഹ്യൂ ഗ്രോസ് എന്ന വ്യക്തി പോരാട്ടത്തിലൂടെ തിരിച്ചു പിടിക്കുകയായിരുന്നു. 1859 കൻവർ സിംഗ്, ഭക്ത് ഖാൻ, ഖാൻ ബഹദൂർ ഖാൻ ഓഫ് ബറേലി, റാവോ സാഹിബ്, മൗലവി അഹമ്മദുള്ള തുടങ്ങിയ ആളുകളെല്ലാം കൊല്ലപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ വധിക്കാത്ത ലീഡർ ആയിരുന്നത് അവാദിന്റെ ബീഗമായിരുന്നു. അവര് നേപ്പാളിലേക്ക് രക്ഷപ്പെട്ടു പോവുകയും അവിടെ ഹൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബനാറസിലെ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ഒരു റിബല്യൻ ഒക്കെ വീണ്ടും ഓർഗനൈസ്ഡ് ആയെങ്കിൽ പോലും കേണൽ നീൽ എന്ന വ്യക്തി ഇത് സപ്രസ് ചെയ്യുകയും അന്ന് സസ്പെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന എല്ലാ റിബൽസിനെയും കൊന്നുകളയുകയും ഈവൻ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഡിസോർഡർലി ആയിട്ടുള്ള ശിപ്പായിമാരെ വരെ കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1859 അവസാനത്തോടു കൂടി ഇന്ത്യയിൽ വീണ്ടും ബ്രിട്ടീഷ് അതോറിറ്റി ഫുള്ളി റീഎസ്റ്റാബ്ലിഷ് ആവുകയായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് പഴയതുപോലെ തന്നെ ശക്തമായിട്ട് എല്ലാ തരത്തിലും ഉയർന്നു വരികയും ഇന്ത്യൻസിന് എൻറ്റയർ കോസ്റ്റ് ലേറ്റർ റീപേ ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധമായിരുന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ റിവോൾട്ട് ഫെയിൽഡ് ആയി? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ കാര്യം, ഒരു ഓൾ ഇന്ത്യ പാർട്ടിസിപ്പേഷൻ ഇല്ലാതിരുന്നു എന്നത് തന്നെയാണ്. നമ്മൾ റിവോൾട്ട് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയി എന്നത്. എന്നാൽ ത്രൂ ഔട്ട് ദ ഇന്ത്യ എല്ലായിടത്തേക്കും ഇത് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ഓൾ ഇന്ത്യ പാർട്ടിസിപ്പേഷൻ ഇതിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ഈസ്റ്റേൺ പാർട്ട്, സദേൺ പാർട്ട്, വെസ്റ്റേൺ പാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അത് മോർ ഓർ ലെസ് അൺഅഫക്റ്റഡ് ആയിട്ട് തന്നെ നിന്ന ഏരിയാസ് ആയിരുന്നു. ഇന്ത്യ ആസ് എ ഹോൾ ആയിരുന്നില്ല ഇതിനെതിരെ റിവോൾട്ട് ചെയ്തത്. അത് ഈ ഒരു റിവോൾട്ടിന്റെ ഫെയിലിയറിന് കാരണമായിട്ടുണ്ട്. അടുത്തൊരു റീസൺ, ഇവിടെ ഉണ്ടായിരുന്ന ചില ക്ലാസ്സുകൾ ഈ ഒരു റിവോൾട്ടിനോട് ജോയിൻ ചെയ്തില്ല എന്നുള്ളതാണ്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും വലിയ ജമീന്ദാർസ് ഒന്നും ഈ ഒരു റിവോൾട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മണി ലെൻഡേഴ്സ്, മെർച്ചൻസ് തുടങ്ങിയവരൊന്നും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവർക്കൊക്കെ ബ്രിട്ടീഷ് പാട്രണേജിന്റെ കീഴിലാണ് കുറച്ചുകൂടി ഇവരുടെ ഒരു ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന എന്നൊരു ഫീലിംഗ് ആയിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. മോഡേൺ ആയിട്ടുണ്ടായിരുന്ന എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിന്റെയും വ്യൂവിൽ ഈ ഒരു റിവോൾട്ട് എന്നത് വളരെ ബാക്ക്വേർഡ് ലുക്കിംഗ് ആയിരുന്നു എന്നാണ് അഭിപ്രായം. ബ്രിട്ടീഷുകാരുടെ പ്രസൻസ് ഒരു മോഡേണിസത്തിന്റെ ഇറയുടെ ഭാഗമാണ് എന്ന രീതിയിലായിരുന്നു അവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻ റൂളേഴ്സും ഈ ഒരു റിവോൾട്ടിനോട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഇവര് ബ്രിട്ടീഷുകാർക്ക് വളരെ ആക്റ്റീവായിട്ട് ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ഗ്വാളിയറിലെ സിന്ധ്യ, ഇൻഡോറിന്റെ ഹോൾക്കർ, പട്യാലയുടെ റൂളേഴ്സ്, സിന്ധിന്റെ റൂളേഴ്സ്, അതേപോലെ തന്നെ മഹാരാജ ഓഫ് കശ്മീർ, കുറെ സിഖ് ചീഫ് ടൈൻസ് ഒക്കെ.
റീജിയണലി നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വളരെ ശക്തമായ റിവോൾട്ടുകളൊന്നും ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ മൊത്തം ഏരിയയുടെ 4/1 ഭാഗം മാത്രമേ ഈ റിവോൾട്ടിൽ അഫക്റ്റഡ് ആയിട്ടുള്ളൂ. പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 10/1 പോപ്പുലേഷനിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു റിവോൾട്ട് അഫക്റ്റഡ് ആയിട്ടുള്ളൂ. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാവരുടെയും ഈക്വലായ പാർട്ടിസിപ്പേഷൻ ഇതിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. നെക്സ്റ്റ് ഒരു റീസൺ എന്ന് പറയുന്നത് പുവർ ആംസ് ആൻഡ് എക്വിപ്മെന്റ്സ് ആണ്. ഇന്ത്യൻ സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പുവർലി എക്വിപ്ഡ് ആയിരുന്നു. മെറ്റീരിയൽ കൊണ്ടാണെങ്കിലും ഫൈറ്റിംഗ് രീതികൾ കൊണ്ടാണെങ്കിലും അവർ സോർട്സും സ്പിയേഴ്സും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. വളരെ ചുരുക്കമായിട്ട് മാത്രമേ അവർക്ക് ഗൺസും മസ്കറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യൂറോപ്യൻ സോൾജേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെപ്പൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് എൻഫീൽഡ് റൈഫിൾ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ടെക്നോളജി വൈസ് അവർ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലും വളരെ മുൻപിലായിരുന്നു. നമ്മൾ ഇന്ത്യൻസ് ആണെങ്കിൽ ഒരു സന്ദേശം മറ്റൊരിടത്ത് എത്തിക്കണമെങ്കിൽ ഒരു ദൂതനെ അയക്കേണ്ട രീതി ഫോളോ ചെയ്തപ്പോൾ ഇംഗ്ലീഷുകാർ ഇവിടെ ഇലക്ട്രിക് ടെലിഗ്രാഫ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ റിബൽസിന്റെ മൂവ്മെന്റ്സും സ്ട്രാറ്റജിയും ഒക്കെ കമാൻഡർ ഇൻ ചീഫിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് റീസൺ ഈ റിവോൾട്ടിൽ ഇന്ത്യൻസിന്റെ സൈഡിൽ നിന്നും കോർഡിനേഷന്റെ ലാക്കിങ്ങും ഒരു സെൻട്രൽ ലീഡർഷിപ്പിന്റെ ആ ഒരു പുവർ ആയിട്ടുള്ള ഓർഗനൈസേഷനും ഒക്കെ ആയിരുന്നു. നമുക്ക് നോക്കിയാൽ പ്രിൻസിപ്പൽ ആയിട്ടുള്ള റിബൽ ലീഡേഴ്സ് ആയിട്ട് നാനാ സാഹിബ്, താന്ത്യ തോപ്പി, കൻവർ സിംഗ്, റാണി ലക്ഷ്മിബായി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ ശക്തമായിരുന്നെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ജനറൽ ലീഡർഷിപ്പിനെ എതിർത്ത് നിൽക്കാൻ മാത്രം ശക്തമായ ആളുകൾ ആയിരുന്നില്ല. കാരണം നമുക്ക് ഇംഗ്ലീഷ് സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന വളരെ ശക്തരായ ഒരു ബഞ്ച് ഓഫ് ലീഡേഴ്സിനെ കാണാം. ലോറൻസ് ബ്രദേഴ്സ്, ജോൺ നിക്കോൾസൺ, ജെയിംസ് ഓട്രം, ഹെൻറി ഹാവ്ലോക്ക്, എഡ്വേർഡ് തുടങ്ങി ഒരുപാട് ലീഡേഴ്സിന്റെ ഒരു നിര തന്നെ അവർക്കുണ്ടായിരുന്നു. നെക്സ്റ്റ് ഒരു റീസൺ എന്ന് പറയുന്നത് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 1857 റിവോൾട്ടിലുണ്ടായിരുന്ന മ്യൂട്ടിനേഴ്സിനൊക്കെ ഈ ഒരു കൊളോണിയൽ റൂളിനെ പറ്റിയുള്ള അറിവ് വളരെ കുറവായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് വളരെ ഫോർവേഡ് ലുക്കിംഗ് ആയ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല. അവർക്ക് വളരെ കൊഹറന്റ് ആയ ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നില്ല. ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നില്ല. ഇവരൊരു സൊസൈറ്റിയിലായിട്ടൊരു ഓൾട്ടർനേറ്റീവ് പോലും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഈ റിബൽസ് ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും അവർക്കുണ്ടായ വിരോധങ്ങൾ മൂലം വന്ന ആളുകളാണ്. ഡൈവേഴ്സ് എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളായിരുന്നു അവരൊക്കെ. അവർക്ക് ഉണ്ടായിരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് കറന്റ് പൊളിറ്റിക്സിന്റെ കൺസെപ്റ്റ് മാത്രമായിരുന്നു. ഈ റിവോൾട്ട് നടക്കുന്ന ഒരു സ്റ്റേജ്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി സംസാരിക്കാൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് അന്ന് ഇന്ത്യൻസിന് ഇടയ്ക്ക് ഉണ്ടായിരുന്ന ലാക്ക് ഓഫ് യൂണിറ്റി. അന്ന് മോഡേൺ നാഷണലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പോലും ഇന്ത്യക്ക് വളരെ അപരിചിതമായിരുന്നു. ശരിക്കും 1857 ഈ ഒരു റിവോൾട്ടിന് ശേഷമാണ് ഇന്ത്യയിലെ ജനങ്ങളെ എല്ലാവരെയും ഒന്നിച്ച് ചേർക്കുകയും അവരെല്ലാവരും ഒരു രാജ്യത്തിൽ ബിലോങ് ചെയ്യുന്നവരാണെന്നുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാക്കുകയും ചെയ്തത്. ഈ ഒരു റിവോൾട്ടിന്റെ സമയത്ത് നമുക്ക് ഇന്ത്യയിലെ എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് അന്നുണ്ടായിരുന്ന ഹിന്ദു മുസ്ലിം യൂണിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു റിവോൾട്ടിന്റെ എൻറ്റയർ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ എല്ലാ ലെവൽസിലും വളരെ കംപ്ലീറ്റ് കോർഡിനേഷൻ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാം. അത് സാധാരണ ജനങ്ങൾക്കിടയിലാണെങ്കിലും സോൾജേഴ്സിന്റെ ഇടയ്ക്കാണെങ്കിലും ലീഡേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. എല്ലാ റിബൽസും അക്നോളജ് ചെയ്തിരുന്നത് ഒരു മുസ്ലിം റൂളറായിരുന്ന ബഹദൂർ ഷാ സഫറിനെ എംപറർ ആയിട്ട് മുൻനിർത്തിക്കൊണ്ടാണ്. ഫസ്റ്റ് ഇമ്പൾസ് ഓഫ് ഹിന്ദു സിപ്പോയ്സ് മീററ്റിൽ നിന്നും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. അത് മുഗൾ ഇമ്പീരിയൽ ക്യാപിറ്റലായ ഡൽഹിയിലേക്കാണ് അവരെത്തിയത്. റിബൽസും സിപ്പോയ്സും ഇവരെല്ലാവരും ബോത്ത് ഹിന്ദു ആൻഡ് മുസ്ലിം ഉണ്ടായിരുന്നു. എല്ലാവരും പരസ്പരം അവരുടെ സെന്റിമെന്റ്സിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിയത്. ഇതിനെപ്പറ്റി മൗലാന ആസാദ് പറഞ്ഞതാണ്. 1857 റൈസിംഗിന്റെ ടാങ്കലർ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ക്ലിയർ ആകുന്ന 2 ഫാക്ട്സ് ആണുള്ളത്. ആദ്യത്തെ കാര്യം, ഇന്ത്യയിൽ ആ സമയത്തുണ്ടായിരുന്ന ഹിന്ദുസും മുസ്ലിംസും തമ്മിലുള്ള റിമാർക്കബിൾ ആയിട്ടുള്ള സെൻസ് ഓഫ് യൂണിറ്റി. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ ജനങ്ങൾക്ക് മുഗൾ ക്രൗണിനോട് ഉണ്ടായിരുന്ന ഡീപ്പ് ലോയൽറ്റി. ഈ 2 കാര്യങ്ങളും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്. ഈ ഒരു യൂണിറ്റി നമുക്ക് ലീഡർഷിപ്പിന്റെ കാര്യത്തിലും കാണാൻ പറ്റും. നമ്മൾ ലീഡേഴ്സിനെ നോക്കിയാണ് അവരിൽ ചിലർ മുസ്ലിംസ് ആണ്, ചിലർ ഹിന്ദുസ് ആണ്. ഇനിയിപ്പം ഇവരിൽ തന്നെ നോക്കണം, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നാനാ സാഹിബിനെ കൺസിഡർ ചെയ്യാം. നാനാ സാഹിബിന് എപ്പോഴും സഹായിയായിട്ട് കൂടെ ഉണ്ടായിരുന്നത് അസീമുല്ല എന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം മുസ്ലിം ആയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയിൽ എക്സ്പേർട്ട് ആയ ഒരു വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് റാണി ലക്ഷ്മിബായി എടുത്ത് നോക്കിയാൽ കാണാം, അഫ്ഗാൻ സോൾജേഴ്സിന്റെ ഒരു സോളിഡ് സപ്പോർട്ടോട് കൂടിയാണ് റാണി ലക്ഷ്മിബായി എപ്പോഴും പോരാടിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന അന്നുണ്ടായിരുന്ന ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ്. അപ്പം 1857 ഇവന്റ്സ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് 1858 മുമ്പ് ഇന്ത്യയിലെ ജനങ്ങൾ ഇല്ലെങ്കിൽ ഇവിടുത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ബേസിക്കലി കമ്മ്യൂണൽ ആയിരുന്നില്ല എന്നാണ്. ഇനി നമുക്ക് 1857 റിവോൾട്ടിന്റെ നേച്ചർ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഇതിനെപ്പറ്റി വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ പലരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
ഇത് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായത്തിൽ ജസ്റ്റ് വെറും ഒരു മിയറായ സിപ്പോയ് മ്യൂട്ടിനി മാത്രമാണ്, ശിപ്പായി ലഹള മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. A wholly unpatriotic and selfish sepoy mutiny with no native leadership and no popular support എന്നാണ് പറഞ്ഞത്. ഇത് ജോൺ സീലെ പറഞ്ഞ വാക്കുകളാണ്. അതിന്റെ അർത്ഥം ഇതാണ്: ഇത് തികച്ചും അൺപാട്രിയോട്ടിക് ആയ അല്ലെങ്കിൽ വളരെ സെൽഫിഷ് ആയ ഒരു ശിപ്പായി ലഹള മാത്രമാണ്. അതിനൊരു നേറ്റീവ് ലീഡർഷിപ്പോ അതിന് ഒരു പോപ്പുലർ സപ്പോർട്ടോ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഈ ഒരു കാഴ്ചപ്പാട് തീർത്തും കംപ്ലീറ്റ് ആയ ഒരു പിക്ചറിനെ അല്ല കാണിക്കുന്നത്. കാരണം നമുക്കറിയാം ഇത് സിപ്പോയ്സ് മാത്രമായിരുന്നില്ല ഇതിലുണ്ടായിരുന്നത്. സിവിലിയൻ പോപ്പുലേഷന്റെ വിവിധ സെക്ഷനിൽപ്പെട്ട ആളുകൾ ഇതില് റിവോൾട്ടിൽ പങ്കെടുത്തിട്ടുണ്ട്. സിപ്പോയ്സിന്റെ ഇടയ്ക്കുണ്ടായ ഡിസ്കണ്ടന്റ് ഈ ഒരു ഡിസ്റ്റർബൻസിന് ഒരു കോസായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ കെ ദത്ത എന്ന വ്യക്തി ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇൻ ദ മെയിൻ മിലിറ്ററി ഔട്ട്ബ്രേക്ക് which was taken advantage of by certain discontented princes and landlords whose interests have been affected by the new political order എന്നാണ്. അതായത് ഇത് മെയിൻലി ഒരു സൈനികമായ ഒരു ഔട്ട്ബ്രേക്ക് ആയിരുന്നു, ഒരു മിലിറ്ററി ഔട്ട്ബ്രേക്ക് ആയിരുന്നു. എന്നാൽ ഈ ഒരു അവസരത്തെ ഇവിടുത്തെ പുതിയ പൊളിറ്റിക്കൽ ഓർഡർ കൊണ്ട് അഫക്റ്റഡ് ആയ ലാൻഡ് ലോർഡ്സും കുറെ ഡിസ്കണ്ടന്റ് പ്രിൻസും ഒക്കെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ഈ ഒരു അവസരം മുതലാക്കി എന്നാണ് ഡോക്ടർ കെ ദത്ത പറഞ്ഞത്. പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഈ റിവോൾട്ട് ഒരിക്കലും ക്യാരക്ടർ വൈസ് ഒരു ഓൾ ഇന്ത്യൻ ആയിരുന്നില്ല. ഇത് ലോക്കലൈസ്ഡ് ആയ, റെസ്ട്രിക്റ്റഡ് ആയ, വളരെ പുവർലി ഓർഗനൈസ്ഡ് ആയ ഒന്നായിരുന്നു എന്നാണ്. പിന്നീട് 20ാം സെഞ്ചുറിയുടെ തുടക്കത്തിലാണ് വി ഡി സവർക്കർ അദ്ദേഹത്തിന്റെ ബുക്കിലൂടെ 1857 റിവോൾട്ടിനെ പ്ലാൻഡ് വാർ ഓഫ് നാഷണൽ ഇൻഡിപെൻഡൻസ് എന്ന രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തത്. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന ബുക്കിലാണ് അദ്ദേഹം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സവാർക്കർ ആണ് ഇതിനെ ഈ ഒരു റിവോൾട്ടിനെ ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത്. ഡോക്ടർ എസ് എൻ സെൻ എന്ന വ്യക്തി 1857 എന്ന ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ഈ റിവോൾട്ട് റിലീജിയന് വേണ്ടിയുള്ള ഒരു ഫൈറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഒരു വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന നിലയിൽ എൻഡ് ചെയ്തു എന്നാണ്. ഡോക്ടർ ആർ സി മജുംദാർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഹാസ് നെയ്തർ ദ ഫസ്റ്റ് നോ നാഷണൽ നോർ എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ്. കാരണം ലാർജ് പാർട്ട് ഓഫ് ദ കൺട്രി അൺഅഫക്റ്റഡ് ആയിരുന്നു. മെനി സെക്ഷൻ ഓഫ് ദ പീപ്പിൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നാഷണൽ ആയ ഒന്നല്ല, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഈ റിവോൾട്ടിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ദ സ്ട്രഗിൾ ഓഫ് ദ സോൾജിയർ പെസന്റ് ഡെമോക്രാറ്റിക് കമ്പൈൻ അഗൈൻസ്റ്റ് ഫോറിൻ ആസ് വെൽ ആസ് ഫ്യൂഡൽ ബോണ്ടേജ് എന്നാണ്. അതായത് സോൾജിയറിന്റെയും പെസന്റിന്റെയും സ്ട്രഗിൾ ആണ്, ഒരു ഡെമോക്രാറ്റിക് കോമ്പിനേഷൻ ആണ്. എന്തിനെതിരെയാണ്? ഫോറിനേഴ്സിനെതിരെയും ഒരു ഫ്യൂഡൽ ബോണ്ടേജിനെതിരെയുമുള്ള സ്ട്രഗിൾ ആയിരുന്നു എന്നാണ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായം. എന്നാൽ ഈ ഒരു അഭിപ്രായത്തോട് നമുക്ക് അത്ര യോജിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഈ 1857 ലീഡേഴ്സിൽ പലരും തന്നെ വന്നത് ഒരു ഫ്യൂഡൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ്. ഇനി ഈ റിപ്പോർട്ടിനെ പറ്റി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് എസെൻഷ്യലി ഇതൊരു ഫ്യൂഡൽ അപ്രൈസിംഗ് തന്നെയായിരുന്നു, എങ്കിൽ പോലും ചില നാഷണലിസ്റ്റിക് ആയിട്ടുള്ള എലമെന്റ്സ് അതിൽ ഉണ്ടായിരുന്നു എന്നാണ്. എം എൻ റോയ് പറഞ്ഞത് ദ റിവോൾട്ട് വാസ് എ ലാസ്റ്റ് ഡിഡ് സ്റ്റാൻഡ് ഓഫ് ഫ്യൂഡലിസം അഗൈൻസ്റ്റ് കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിസം എന്നാണ്. 1857 റിവോൾട്ടിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ അത്ര ഈസി അല്ല. ചില ആളുകൾ ഇതിനകത്തുള്ള ചില വ്യൂസിനെ ഡിസ്മിസ് ചെയ്തിട്ട് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ LAR റീസ് പറയുന്നുണ്ട് ഇത് ജസ്റ്റ് ക്രിസ്ത്യൻസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ഫനാറ്റിക് റിലീജിയനിസ്റ്റിന്റെ ഒരു വാർ ആണെന്ന് പറയുന്നുണ്ട്. TR ഹോംസ് പറയുന്നത് ഇത് തികച്ചും സിവിലൈസേഷനും ബാർബറിസവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് മാത്രമായിരുന്നു, ഒരിക്കലും ഇതിനെ ഒരു വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് TR ഹോംസ് അഭിപ്രായപ്പെട്ടത്. ഈ ഒരു റിവോൾട്ട് നോക്കിയാൽ അതിൽ ശരിക്കും നാഷണലിസത്തിന്റെയും ആന്റി ഇമ്പീരിയലിസത്തിന്റെയും ഒക്കെ വേരുകൾ ഉണ്ടായിരുന്നു, വിത്തുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ കോമൺ നാഷണാലിറ്റി അല്ലെങ്കിൽ നേഷൻഹുഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആബ്സെന്റ് ആയിരുന്നു. സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നതുകൊണ്ട് അതൊരു കോമൺ നേഷൻഹുഡ് എന്ന ഫീലിംഗ് കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫർദർമോർ ഇതിന്റെ സദേൺ സെക്ഷൻ, അതായത് ഇന്ത്യയുടെ സദേൺ പാർട്സ് നോക്കുകയാണെങ്കിൽ ഈ റിവോൾട്ടിൽ ഒരു ഭാഗമായിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും നാഷണലിസം എന്നൊരു ഫീലിംഗിൽ നിന്നല്ല ഈ ഒരു റിവോൾട്ട് പൂർണ്ണമായും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു റിവോൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ സെക്ഷൻസിനെ നോക്കുകയാണെങ്കിലും അവരുടെ ലീഡേഴ്സിനെ നോക്കുകയാണെങ്കിലും ഇവർക്ക് റിവോൾട്ട് ചെയ്യാനുള്ള ഓരോ പേഴ്സണൽ കോസുകൾ ഉണ്ടായിരുന്നു, ഇവർക്കൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട പേഴ്സണൽ ഇൻട്രസ്റ്റുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു റിവോൾട്ടിലേക്ക് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഹൗവർ ഡോക്ടർ സെൻ പറയുന്നത് ഇങ്ങനെയാണ്: മോസ്റ്റ് ഓഫ് ദ നാഷണൽ റിവോൾട്ട് എന്ന് പറയുന്നത് മെജോറിറ്റി എപ്പോഴും മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളുടെ വർക്ക് ആയിരിക്കും. മാസിന്റെ ആക്റ്റീവ് സപ്പോർട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. അപ്പം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ 1857 റിബെല്ലിനെ നമുക്ക്
ഒരു നാഷണൽ ക്യാരക്ടർ ഉള്ള ഒരു റിബല്യൻ ആണെന്ന് തന്നെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അതേപോലെ ചിലർ പറയാറുണ്ട് റിവോൾട്ട് ഓഫ് 1857 ആണ് ഫസ്റ്റ് ഗ്രേറ്റ് സ്ട്രഗിൾ ഓഫ് ഇന്ത്യൻസ് എന്ന്. ബ്രിട്ടീഷ് റൂളിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻസ് മുന്നോട്ട് വെച്ച ആദ്യത്തെ ഗ്രേറ്റ് സ്ട്രഗിൾ ഇതാണെന്ന്. പക്ഷെ ഇതിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. കാരണം ചില ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട് ഇതിനെക്കാട്ടിലും വളരെ ഈക്വലി സീരിയസ് എഫേർട്സ് എടുത്തിട്ടുള്ള ഏർലിയർ അപ്രൈസിങ്സ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളെ പറ്റിയിട്ട്. പക്ഷെ അതിനൊന്നും ഈ സെയിം കൈൻഡ് ഓഫ് അറ്റൻഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. SB ചൗധരി എന്ന വ്യക്തി ഇതിനെ ഒബ്സർവ് ചെയ്യുന്ന ഇങ്ങനെയാണ്: ദ റിവോൾട്ട് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് കമ്പൈൻഡ് അറ്റംപ്റ്റ് ഓഫ് മെനി ക്ലാസസ് ഓഫ് പീപ്പിൾ ടു ചലഞ്ച് എ ഫോറിൻ പവർ എന്നാണ്. ഒരു ഫോറിൻ പവറിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പല ക്ലാസ്സുകളിൽ നിന്നുള്ള ആളുകൾ ആദ്യമായിട്ട് ഒന്നിച്ച ഒരു അറ്റംപ്റ്റ് ആണ് ഈ ഒരു റിവോൾട്ട്. This is a real, if remote, approach to the freedom movement of India of a later age. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും 1857 റിവോൾട്ടിന്റെ നേച്ചറിനെ പറ്റിയിട്ട് പല ആളുകളുടെ വ്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ഈ ഒരു റിവോൾട്ടിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ 1857 റിവോൾട്ട് എന്നത് ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടുത്തെ ഗവൺമെന്റിന്റെ പോളിസിയിലും അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിലും ഒക്കെ ഒരുപാട് ചേഞ്ചുകൾ കൊണ്ടുവരാൻ ഈ ഒരു റിവോൾട്ടിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു റിവോൾട്ട് പൂർണ്ണമായിട്ടും സപ്രസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് പാർലമെന്റ് 1858 ഓഗസ്റ്റ് 2 ഒരു ആക്ട് പാസ്സാക്കി. ആ ആക്ട് ആയിരുന്നു ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ ആക്ട് ഡിക്ലെയർ ചെയ്തു ഇനി മുതൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പരമാധികാരം ക്വീൻ വിക്ടോറിയയ്ക്കായിരിക്കും. അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന വ്യക്തിയെ ബ്രിട്ടീഷ് ക്യാബിനറ്റിൽ നിന്നും വിടാനായിട്ട് തീരുമാനിച്ചു. ഇതോടുകൂടി ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ക്വീനിന്റെ കയ്യിലായി, അതായത് ബ്രിട്ടീഷ് ക്രൗണിന്റെ കയ്യിലായി കമ്പനി റൂൾ ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പരമാധികാര സ്ഥാനം ഇവിടുത്തെ ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കുന്ന കാര്യം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തത് ലോർഡ് കാനിങ് ആണ്. അലഹബാദിലെ ഒരു ദർബാറിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രൊക്ലമേഷൻ നടത്തുന്നത്. ഇതിനെ നമ്മൾ ക്വീൻസ് പ്രൊക്ലമേഷൻ എന്ന് പറയും. ഇത് 1858 നവംബർ 1 ഇഷ്യൂ ചെയ്യുന്നത്. ഈ പ്രൊക്ലമേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറെ പ്രോമിസസ് ഒക്കെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ഇന്ത്യൻസിന്റെ ടുവേർഡ്സ് ഒരു പോസിറ്റീവ് നേച്ചറുള്ള കുറെ ഫാക്ടേഴ്സ് അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിളംബരത്തോടു കൂടി ബ്രിട്ടീഷുകാര് പ്രോമിസ് ചെയ്തു ഇനി ഇവിടെ ഒരു അനക്സേഷന്റെയോ എക്സ്പാൻഷന്റെയോ ഇറ ഉണ്ടാവില്ല. ഇനി ഇവിടെയുള്ള നേറ്റീവ് പ്രിൻസിന്റെ റൈറ്റ്സും ഡിഗ്നിറ്റിയും എല്ലാം ബ്രിട്ടീഷുകാർ റെസ്പെക്ട് ചെയ്യുന്നതായിരിക്കുമെന്ന്. ഇനി മുതൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഫ്രീഡം ഓഫ് റിലീജിയൻ ഉണ്ടാകുമെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇന്റർഫിയർ ചെയ്യില്ല എന്നും ബ്രിട്ടീഷുകാർ ഉറപ്പു നൽകി. അതേപോലെ ഈ പ്രൊക്ലമേഷൻ പ്രോമിസ് ചെയ്ത മറ്റൊരു കാര്യമാണ് ഈക്വൽ ആൻഡ് ഇംപാർഷ്യൽ പ്രൊട്ടക്ഷൻ അണ്ടർ ലോ ടു ഓൾ ഇന്ത്യൻസ്. ഇപ്പം ഗവൺമെന്റ് സർവീസിന്റെ കാര്യങ്ങളാണെങ്കിലും റേസും ക്രീഡും ഒന്നും നോക്കാതെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം, നിയമത്തിന് മുമ്പിൽ എല്ലാവർക്കും ഈക്വലും ഇംപാർഷ്യലുമായ പ്രൊട്ടക്ഷൻ നൽകുമെന്ന്. അതേപോലെ തന്നെ ഇനി ഇവിടെ ഒരു ലോ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയോ ഫ്രെയിം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പഴയ ഇന്ത്യൻ റൈറ്റ്സും കസ്റ്റംസും പ്രാക്ടീസുകളും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഇനിയെല്ലാം ചെയ്യുക എന്നൊരു ഉറപ്പും ബ്രിട്ടീഷിന്റെ സൈഡിൽ നിന്നും ഉണ്ടായി. അതേപോലെ ഈ ഔട്ട്ബ്രേക്കിന്റെ ഒക്കെ മുന്നിൽ നിന്നിരുന്ന ആർമിയെ അവർ റീഓർഗനൈസ് ചെയ്യുകയും ബ്രിട്ടീഷ് മിലിറ്ററി പോളിസി ഡൊമിനേറ്റ് ചെയ്തുകൊണ്ട് അവർ ഐഡിയ ഓഫ് ഡിവിഷൻ ആൻഡ് കൗണ്ടർ പോയിസ് ഇവിടെ അപ്ലൈ ചെയ്യുകയും ചെയ്തു. അവർ അവരുടെ പടകളിൽ ഇന്ത്യൻ സോൾജേഴ്സിന്റെ എണ്ണം ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്യുകയും യൂറോപ്യൻ സോൾജേഴ്സിന്റെ എണ്ണം കൂട്ടുകയും ചെയ്തു. അതേപോലെ ഇവിടെ കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റീജിയൻ തുടങ്ങിയ കാര്യങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ട് ഓരോ സ്ഥലങ്ങളെ സെപ്പറേറ്റ് യൂണിറ്റ്സ് ആയിട്ട് തിരിച്ചുകൊണ്ട് ഇവിടെ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാനും ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. സിവിലിയൻ ആയിട്ടുള്ള പോപ്പുലേഷനെ ആർമിയിൽ നിന്നും മാറ്റി നിർത്താനുള്ള എഫേർട്സും ബ്രിട്ടീഷുകാർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റിവോൾട്ടിന്റെ സമയത്ത് ബ്രിട്ടീഷിന് ലോയൽ ആയിട്ട് നിന്നിരുന്ന നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ, നേപ്പാൾ, പഞ്ചാബ് തുടങ്ങിയ സ്ഥലത്തെ മാർഷ്യൽ റേസസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള തീരുമാനങ്ങളും ഇവര് ഇതോടുകൂടി എടുത്തു. 1861 ആർമി അമാൽഗമേഷൻ സ്കീം വന്നതോടുകൂടി കമ്പനിയുടെ യൂറോപ്യൻ ട്രൂപ്പുകളെ ക്രൗണിന്റെ സർവീസിലേക്ക് മാറ്റാനുള്ള തീരുമാനങ്ങളുമായി. ഫർദർ അവർ ഇന്ത്യയിലെ യൂറോപ്യൻ ട്രൂപ്സിനും കുറെ നവീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലേക്ക് ഒരു പീരിയോഡിക് വിസിറ്റ് ഒക്കെ കൊടുത്തിട്ടായിരുന്നു അവർ ആ ഒരു ട്രൂപ്പിന് പുതിയ ഒരു ഭാവം കൊടുത്തിരുന്നത്. അതിനെ അവരെ ലിങ്ക്ഡ് ബറ്റാലിയൻ സ്കീം എന്നാണ് പറഞ്ഞിരുന്നത്. അതേപോലെ എല്ലാ ഇന്ത്യൻ ആർട്ടിലറി യൂണിറ്റ്സിനെയും അവര് പ്രവർത്തനരഹിതമാക്കി ചില മൗണ്ടൻ ബാറ്ററീസിനെ മാത്രമേ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആർമിയിലെയും എല്ലാ ആർട്ടിലറി ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാ ഹയർ പോസ്റ്റുകളും യൂറോപ്യൻസിന് മാത്രമായിട്ട് അവർ റിസർവ് ചെയ്യാൻ തുടങ്ങി. 20ാം നൂറ്റാണ്ടിന്റെ ഫസ്റ്റ് ഡെക്കേഡ് വരെയൊക്കെ ഒരു ഇന്ത്യൻസിനും കിങ്സ്
കമ്മീഷനിലേക്ക് ഡിസേർവ് ചെയ്യാനുള്ള ഒരു ഫിറ്റ്നസ് ഇല്ല എന്നായിരുന്നു അവരുടെ കൺസെപ്റ്റ്. ഒരു പുതിയ ഇംഗ്ലീഷ് റിക്രൂട്ടിനെ എപ്പോഴും ഇന്ത്യൻ ഓഫീസർക്ക് സുപ്പീരിയർ ആയിട്ട് തന്നെയായിരുന്നു അവർ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ ഒരു പുതിയ അപ്രോച്ച് ആയിരുന്നു മുന്നോട്ട് വെച്ചത്. തോമസ് മെറ്റ്കാഫ് അതിനെ കൺസർവേറ്റീവ് ബ്രാൻഡ് ഓഫ് ലിബറലിസം എന്നാണ് വിളിച്ചത്. അതായത് ഇംഗ്ലണ്ടിലുള്ള കൺസർവേറ്റീവും അരിസ്റ്റോക്രാറ്റിക്കുമായുള്ള ക്ലാസുകളുടെ സോളിഡ് സപ്പോർട്ടോടു കൂടി മുന്നോട്ട് പോവുക, അവര് ഇന്ത്യൻ സൊസൈറ്റിയുടെ ട്രഡീഷണൽ സ്ട്രക്ചറിൽ കംപ്ലീറ്റ് ആയിട്ടും നോൺ ഇന്റർഫറൻസ് വെക്കുക എന്നതായിരുന്നു അതിൽ തീരുമാനം. ഈ ഒരു അപ്രോച്ചോട് കൂടി ശരിക്കും ഇറ ഓഫ് റിഫോംസ് ആണ് അവസാനിച്ചത്. ഇംഗ്ലണ്ടിലെ ഒരു കൺസർവേറ്റീവ് റിയാക്ഷൻ ഇന്ത്യയിലെ ബ്രിട്ടീഷ് എംപയറിനെ കൂടുതൽ ഓട്ടോക്രാറ്റിക് ആക്കുകയാണ് ചെയ്തത്. ഈ ഒരു ഏകാധിപത്യ സ്വഭാവം കൊണ്ട് തന്നെ ഇവിടുത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസിന്റെ ആസ്പിറേഷൻസിനെ ഒന്നും പവർ ഷെയറിംഗിന്റെ കാര്യത്തിൽ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ലോങ് ടേമിൽ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു പുതിയ ആറ്റിറ്റ്യൂഡ് എംപയറിന് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുകയായിരുന്നു. കാരണം ഇവിടെ ഉണ്ടായിരുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെ ഫ്രസ്ട്രേഷൻസ് കൂടി വരികയും ഇവിടെ ഒരു മോഡേൺ നാഷണലിസം എന്ന കൺസെപ്റ്റ് ഗേവറൈസ് ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ബ്രിട്ടീഷുകാർക്ക് ഇതൊരു തിരിച്ചടിയായി മാറുന്നത്. കോൺസിക്വൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്നായിരുന്നു ഇവരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഇൻട്രൊഡക്ഷൻ. കാരണം 1857 റിവോൾട്ടിന് ശേഷം കൊണ്ടുവന്ന ഈ ഒരു പോളിസി കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഒരു ക്ലാസിനെയോ കമ്മ്യൂണിറ്റിയോ മറ്റുള്ളവർക്ക് എതിരായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അങ്ങനെ സോഷ്യലി ഇതൊരു ഇറെമഡിയബിൾ ഡിറ്റീരിയോറേഷനിലേക്കാണ് നയിച്ചത്. ബ്രിട്ടീഷിന്റെ ടെറിട്ടോറിയൽ കോൺക്വസ്റ്റ് അവിടെ അവസാനിച്ചെങ്കിൽ പോലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്കണോമിക് ലൂട്ടാണ് ബ്രിട്ടീഷ് അവിടെ തുടങ്ങി വെച്ചത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഇക്കോണമിയെ പൂർണ്ണമായിട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ ലാഭങ്ങളൊക്കെ നേടിയിരുന്നത്. 1858 ക്വീൻസ് പ്രൊക്ലമേഷൻ അനുസരിച്ചാണ് 1861 ദ ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് വരുന്നത്. ഇത് വന്നതോടുകൂടിയാണ് ഒരു പുതിയ ഇംപ്രഷൻ ഉണ്ടായത്. ക്വീനിന്റെ അണ്ടറിൽ എല്ലാവരും ഈക്വൽ ആണ്, അവിടെ റേസോ ക്രീഡിനോ ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളത്. എന്നാൽ റിയാലിറ്റി എന്തെന്നാൽ ഈ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽഡ് റൂൾസ് ഫ്രെയിം ചെയ്തപ്പോൾ എപ്പോഴും ഹയർ സർവീസസ് കോളനൈസേഴ്സിന് തന്നെ കിട്ടുന്ന രീതിയിലായിരുന്നു. ഈ ഒരു 1857 റിവോൾട്ടിന്റെ ഏറ്റവും വേഴ്സ് ആയ ലെഗസി എന്തെന്നാൽ ഇംഗ്ലീഷുകാരും ഇന്ത്യൻസിന്റെയും ഇടയ്ക്കുണ്ടായ റേഷ്യൽ ഹേറ്റ്രഡും സസ്പിഷനുമാണ്. ബ്രിട്ടനിലുണ്ടായിരുന്ന ന്യൂസ് പേപ്പേഴ്സും ജേർണൽസും ഒക്കെ ഇന്ത്യൻസിനെ പിക്ചറൈസ് ചെയ്തിരുന്നത് ഒരു സബ് ഹ്യൂമൻ ക്രീച്ചർ എന്ന രീതിയിലായിരുന്നു. ഇന്ത്യയിലെ ഇമ്പീരിയലിസ്റ്റിന്റെ പ്രൊപ്പോണൻസ് ആയിട്ടുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് ഇന്ത്യയിലെ എൻറ്റയർ പോപ്പുലേഷനെ ഒരു അൺവർത്തി ഓഫ് ട്രസ്റ്റ് ആൻഡ് സബ്ജക്റ്റഡ് ദം ടു ഇൻസൾട്ട്സ് ആൻഡ് കണ്ടംപ്റ്റ് എന്ന രീതിയിലാണ് അവർ കണ്ടിരുന്നത്. വളരെയേറെ മോശമായ നിലയിലാണ് ഇന്ത്യൻസിനെ നോക്കിക്കണ്ടിരുന്നത്. വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകൾ, അവരെ ഇൻസൾട്ട് ചെയ്യപ്പെടേണ്ട ആളുകളാണ്, ആ ഒരു രീതിയിലായിരുന്നു അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് കംപ്ലീറ്റ് സ്ട്രക്ചറിനെ അവർ റീമോഡൽ ചെയ്തു. അവര് ഒരു മാസ്റ്റർ റേസിന്റെ നോഷനെ ബേസ് ചെയ്തായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരിവിടെ ജസ്റ്റിഫൈ ചെയ്ത ഫിലോസഫി ഇതാണ്, വൈറ്റ്സ്മാൻ ബേർഡൻ എന്നാണ്. അതായത് ഇവിടുത്തെ ആളുകളെ സിവിലൈസ് ചെയ്യേണ്ടത് പുറത്തുനിന്ന് വന്ന വെള്ളക്കാരുടെ ഒരു ബേർഡൻ ആണ് എന്ന രീതിയിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയ സമയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനും പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസിനും ഡെമോൺസ്ട്രേഷനും വയലന്റ് ആക്ടുകൾക്കും ഒക്കെ കാരണമായിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഈ കോൺസിക്വൻസ് ഒക്കെ നോക്കിയാൽ നമുക്ക് അതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഫുൾ റേഷ്യൽ ആയിട്ടുള്ള ഹേറ്റ്രഡ് ഇവിടെ ഡീപ്പൻ ആയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് 1857 വാർ ഇത്രയേറെ സിഗ്നിഫിക്കന്റ് ആയത് എന്ന് നോക്കാം. 1857 റിവോൾട്ട് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപകാരപ്രദമായ കാര്യമായിരുന്നു. കാരണം അവരുടെ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷന്റെയും ആർമിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ എന്താണ്, അതിലുണ്ടായിരുന്ന അപാകതകൾ എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിലൂടെ ഇവർക്ക് ഇതൊക്കെ തിരുത്താൻ സാധിക്കുകയും ചെയ്തു. ഈ ഒരു റിവോൾട്ട് അവിടെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഡിഫക്ട്സ് എന്താണെന്ന് ലോകത്തിന് മുമ്പിൽ റിവീൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം 1857 റിവോൾട്ട് എന്നത് അവരുടെ ഫ്രീഡം സ്ട്രഗിളിന്റെ കാര്യത്തിൽ ഒരു മേജർ ഇൻഫ്ലുവൻസ് ആയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെയും ശിപ്പായിമാരുടെയും ഒക്കെ ഉള്ളിലുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ഓപ്പൺ ഗ്രീവൻസസ് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചത് ഈ ഒരു റിവോൾട്ടോടു കൂടിയാണ്. വളരെയേറെ അഡ്വാൻസ്ഡ് ആയിട്ട് നിന്ന ബ്രിട്ടീഷിന് മുൻപിൽ പഴഞ്ചൻ ആംസുമായിട്ട് നിൽക്കുന്ന ഇന്ത്യക്കാർക്ക് ശക്തമായി പോരാടാൻ പറ്റില്ല, ഇല്ലെങ്കിൽ അവരുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം സത്യം തന്നെയായിരുന്നു. എന്നാൽ രണ്ട് സൈഡിൽ നിന്നും ഉണ്ടായ വളരെ സെൻസ്ലെസ് ആയിട്ടുള്ള അക്രമങ്ങളിൽ നിന്നും ഇന്ത്യൻ ഇന്റലക്ച്വൽസിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഏതൊരു സ്ട്രഗിൾ ഫോർ ഫ്രീഡം ആണെങ്കിൽ പോലും അവിടെ വയലൻസ് എന്നത് തീർച്ചയായും ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സുകൾ അവരിവിടുത്തെ ഒരു ഗ്രോയിങ് സെക്ഷൻ ആയിരുന്നു. അവർക്ക് ഒരിക്കലും വയലൻസിൽ
വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവരെപ്പോഴും ഒരു ഓർഡർലി അപ്രോച്ച് ആയിരുന്നു സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ 1857 റിവോൾട്ടോട് കൂടി ബ്രിട്ടീഷുകാരുടെ റൂളിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ലോക്കൽ ട്രഡീഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ള കാര്യം ഇന്ത്യക്കാർക്ക് മനസ്സിലായി. ആ ഒരു കാര്യം പിന്നീട് നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡത്തിന്റെ പാതയിൽ ഒരുപാട് തവണ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് 1857 റിവോൾട്ടിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. So stay positive, stay motivated and work hard. You can do it.